السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المخلوقين وآل كل والصحابة أجمعين. أما بعد، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ومولانا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. صدق الله مولانا العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وقال رسول الله صلى الله عليه وسلم: لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. صدق رسول الله صلى الله عليه وسلم. ഏറ്റവും ബഹുമാനമുള്ള മർക്കസുൽ ഹുദ എന്ന സ്ഥാപനത്തിന്റെ സ്ഥാപകനും ശില്പിയും കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാരിൽ വളരെയധികം പ്രശസ്തനും കൂടിയായ എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് റഫീഖ് അഹമ്മദ് സഖാഫി ചങ്ങനാശ്ശേരി ഈ മഹത്തായ നബിദിന അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാൻ കൂടിയായ മാത്യൂസ് ജോർജ്, ബഹുമാനപ്പെട്ട ജനാബ് സാബു മുല്ലശ്ശേരി താലൂക്ക് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട പി എ സാലി പ്രസിഡന്റ്, പ്രവാസി മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റ് തുടങ്ങി വേദിയിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട പണ്ഡിതന്മാർ, വിദ്യാർത്ഥികൾ, സഹോദരിമാർ, സഹോദരങ്ങൾ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാലിൻ അൽഫ മറ. ആദ്യമായി ലോക നേതാവ്, ലോകാനുഗ്രഹി, അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1485-ാം ജന്മദിന ആശംസകൾ ഈ പ്രഭാഷണ വേദിയിൽ എത്തിയവർക്കും ഇതിനെ ശ്രദ്ധിക്കുന്നവരുമായ എല്ലാ ആളുകൾക്കും പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനാശംസകൾ നേരുകയാണ്. ആരാണ് മുഹമ്മദ് നബി എന്ന ചോദ്യത്തിന് കൊച്ചുകുട്ടികൾക്ക് പോലും ഉത്തരമറിയാവുന്ന സംഗതിയാണെങ്കിലും ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? ഇസ്ലാം മതം എന്ന മതം എന്താണ് എന്നത് വളരെ വിപുലമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും നിലവിൽ നിൽക്കുന്നത്. കാരണം ഇന്ന് ലോകത്ത് ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ട പ്രവാചകനും ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ട മതവുമാണ് പരിശുദ്ധ ഇസ്ലാം മതം. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ധാരാളം വിമർശകന്മാർ വിമർശിച്ചിട്ടുണ്ട്. വിമർശകന്മാരെക്കാൾ ഉപരി ലോകത്തിലുള്ള ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരും മതാധ്യക്ഷന്മാരുമൊക്കെ പ്രവാചകനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടും അവിടുത്തെ മഹത്വങ്ങൾ വാഴ്ത്തി പറഞ്ഞിട്ടുമുണ്ട്.
എന്നാൽ ഇന്ന് ലോകത്ത് 57 രാഷ്ട്രങ്ങളിലായി പരന്നു കിടക്കുന്ന 130 കോടിയിലധികം വരുന്ന മുസ്ലിങ്ങൾ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസം പരിപൂർണമാകണമെങ്കിൽ മുഹമ്മദ് നബിയെ പിൻപറ്റുക എന്നുള്ളത് അത്യന്തം നിർബന്ധമാണെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഖുൽ, നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. അതുകൊണ്ട് റസൂലുള്ളാഹിനെ ഫത്തബിഊനി, നിങ്ങൾ പിൻപറ്റണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റിക്കൊണ്ട് അവിടുത്തെ ജീവിതത്തിൽ പകർത്തുമ്പോൾ മാത്രമേ മുഹമ്മദ് നബിയെ സ്നേഹിക്കലാവുകയുള്ളൂ. മുഹമ്മദ് നബിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പ്രവാചക ആദർശങ്ങൾ അത് അണുവടക്ക് വ്യത്യാസമില്ലാതെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നാണ് അതിന്റെ അർത്ഥമുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലോകത്തെ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ട മതമാണ് ഇസ്ലാം. ലോകത്തെ ഏറ്റവും അധികം വിമർശിക്കപ്പെട്ട മതമാണ് ഇസ്ലാം. എന്താണ് അതിന്റെ കാരണം? ലോകത്തിലുള്ള മുസ്ലിങ്ങൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നു ഇസ്ലാം മതം എന്നുള്ളത് പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ച മതമല്ല, മനുഷ്യനിർമ്മിതമല്ല, ചരാചാര നിർമ്മിതമല്ല ഇസ്ലാം. ഇസ്ലാം മതത്തിന്റെ അകത്ത് മുഹമ്മദ് നബിയുടെ റോൾ എന്താണ്? വളരെ വ്യക്തമായി ഖുർആൻ പറഞ്ഞു, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലിക്കും വലാകിൻ റസൂലുള്ളാഹി വഖാതിമുൻ നബിയീൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ആരുടെയും രക്ഷിതാവല്ല, ലോക്കൽ ഗാർഡിയനല്ല. വലാകിൻ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകനാണ്. വഖാതിമുൻ നബിയീൻ, കേവലം ഒരു സാധാരണ പ്രവാചകനല്ല, പ്രവാചകന്മാർക്ക് സമാപനം കുറിക്കാൻ വേണ്ടി വന്ന അന്ത്യപ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ വ്യക്തമായി ഖുർആൻ പറയുന്നു, ഇസ്ലാം മതത്തിന്റെ സ്ഥാപകൻ മുഹമ്മദ് നബി അല്ല. ഇസ്ലാം മതം എന്നുണ്ടായി എന്നാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്? ഇസ്ലാം മതം ഉണ്ടാക്കിയത് അല്ലാഹു തമ്പുരാനാണ്. അല്ലാഹു തമ്പുരാനായ റബ്ബുൽ ഇസ്സത്താണ് ഇസ്ലാം മതത്തിന്റെ സ്ഥാപകൻ. ഇസ്ലാം മതത്തിന്റെ ഭരണഘടനയായ ഖുർആൻ, ലോക മുസ്ലിങ്ങളുടെ ആധികാരിക ഗ്രന്ഥമായ ഖുർആൻ, ആ ഖുർആൻ മുഹമ്മദ് നബിയുടെ പ്രഖ്യാപനമല്ല. ആ ഖുർആൻ തികച്ചും അല്ലാഹുവിന്റെ വചനങ്ങളാണ്, ദൈവിക വചനങ്ങളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് 23 കൊല്ലക്കാലം കൊണ്ട് വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ ജിബ്രീൽ എന്ന മലക്ക് മുഖേന അല്ലാഹു തആല അറിയിപ്പിച്ചു കൊടുത്ത ദൈവീകമായ നിർദ്ദേശങ്ങളും കൽപ്പനകളും മറ്റു കാര്യങ്ങളുമാണ് വിശുദ്ധമായ ഖുർആൻ. അതേ സമയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യകുലത്തോട് പ്രഖ്യാപിക്കപ്പെട്ട വചനങ്ങളുടെ പേര് ഹദീസ് എന്നാണ്. അത് 10 ലക്ഷത്തിലധികം വരുന്നതാണ്. 10 ലക്ഷത്തിലധികം വരുന്ന ഹദീസുകളും 6666 വചനങ്ങൾ ഉൾക്കൊള്ളുന്ന വിശുദ്ധ ഖുർആനുമാണ് മുസ്ലിം ലോകത്തിന്റെ ആധികാരികമായിരിക്കുന്ന മാർഗദർശകൻ. ആ മാർഗദർശകരിലൂടെയാണ് മുസ്ലിങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ടൊരു കാര്യം വളരെ വ്യക്തമാണ്, ഇസ്ലാം മതം അല്ലാഹുവിന്റെ മതമാണ്, അല്ലാഹുവിന്റെ നിയമമാണ്, അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ്, അല്ലാഹുവിന്റെ കൽപ്പനകളാണ്, അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങളാണ്. അത് കേവലം മനുഷ്യരുടെ ചെറിയ ബുദ്ധി കൊണ്ട് വ്യാഖ്യാനിക്കുമ്പോഴും അത് മനസ്സിലാകുമ്പോഴും പറ്റിയ അബദ്ധങ്ങളാണ്. ലോകത്തിന്റെ ഏത് ചരിത്രം എടുത്തു നോക്കിയാലും ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചു പോകാനുണ്ടായ കാരണം ദൈവികമായ മതത്തെ മനുഷ്യന്റെ പരിമിതമായ ബുദ്ധി കൊണ്ട് അളക്കാനും അതിനെ മനസ്സിലാക്കാനും ശ്രമിച്ചപ്പോൾ സംഭവിച്ചു പോയ പരാജയമാണ്. നേരെ മറിച്ച് ദൈവികമായ മതത്തെ എങ്ങനെ മനസ്സിലാക്കണം? ദൈവത്തിന്റെ പ്രവാചകനിലൂടെ, അല്ലാഹുവിന്റെ പ്രവാചകരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ മനസ്സിലാക്കണം. ആ പ്രവാചകൻ നൽകിയ വ്യാഖ്യാനത്തിലൂടെ മനസ്സിലാക്കണം. അതിനാണല്ലോ നമ്മൾ ഹദീസ് എന്ന് പറയുന്നത്. വളരെ വ്യക്തമാണ് പ്രിയപ്പെട്ടവരെ, ഇസ്ലാം മതം അല്ലാഹുവിന്റെ മതം ആണ്. ആരാണ് ഈ മതത്തിന്റെ സ്ഥാപകൻ? അല്ലാഹുവാണ്. ഇസ്ലാമിന്റെ ആദ്യത്തെ പ്രവാചകൻ ആരാണ്?
മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു മനുഷ്യകുലത്തിന്റെ ആദിമ മനുഷ്യനായ ആ മനുഷ്യൻ തന്നെയാണ് ആദ്യത്തെ പ്രവാചകൻ. ആ മനുഷ്യൻ തന്നെയായിരുന്നു ആദ്യത്തെ മുസ്ലിം, അബൂന അബുൽ ബഷർ ആദം അലൈഹിസ്സലാം. അങ്ങനെ ആദം നബി അലൈഹിസ്സലാമിൽ നിന്ന് തുടങ്ങി അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ നീണ്ടു കിടക്കുന്ന 2,24,000 അതല്ലെങ്കിൽ 1,24,000 വരുന്ന പ്രവാചക പരമ്പരകളിലൂടെ ലോകത്തെ പ്രബോധനം ചെയ്ത മതത്തെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി 23 വർഷക്കാലം കൊണ്ട് പൂർത്തീകരിക്കപ്പെട്ട് നമ്മുടെ കയ്യിലേൽപ്പിക്കപ്പെട്ട മതമാണ് ഇസ്ലാം മതം. ഇത് നാം വളരെ വകതിരിച്ചു മനസ്സിലാക്കേണ്ടതാണ്. മോനെ ലോകത്തിന്ന് ഇസ്ലാം മതത്തെ സംബന്ധിച്ച് ധാരാളം തെറ്റിദ്ധാരണകൾ നിലനിൽക്കുകയാണ്. ഇസ്ലാം പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന മതമാണെന്നൊരു കൂട്ടർ, ഇസ്ലാം വിദ്യാഭ്യാസത്തിനെതിരാണെന്ന മറ്റൊരു കൂട്ടർ, ഇസ്ലാം ലോകത്തിൽ കാണുന്ന പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് വിരുദ്ധമാണെന്ന മറ്റൊരു കൂട്ടർ. എന്നാൽ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലേക്ക് തുടക്കുകയാണെങ്കിൽ ഇസ്ലാം നൽകിയ പ്രാധാന്യം ലോകത്ത് ഒരു മതം പറഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമാണ്. പ്രവാചകന്റെ വചനം നോക്കൂ. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഇസ്ലാമിന്റെ ജീവൻ അറിവാൻ, ഇസ്ലാമിന്റെ ജീവൻ അറിവാൻ. അറിവില്ലാത്ത മുസ്ലിം ജീവനില്ലാത്ത മുസ്ലിമാണ്. അതുകൊണ്ട് ഇസ്ലാമിന് ജീവൻ വേണോ? വിദ്യാഭ്യാസം വേണം. പ്രവാചകൻ തന്നെ പറഞ്ഞില്ലേ, ഉത്ലുബുൽ ഇൽമ വലൗ ബിസ്വീൻ. ചൈന എന്ന് പറയുന്ന യാത്ര കൊണ്ട് ദുഷ്കരമായ ഒരു രാജ്യമായിരുന്നു പണ്ട് സൗദിയിൽ നിന്ന് ചൈനയിലേക്കുള്ള യാത്ര. അങ്ങനെ യാത്ര ദുഷ്കരമായ ചൈനയിലാണ് വിദ്യാഭ്യാസം കിടക്കുന്നതെങ്കിൽ ആ ചൈനയിൽ പോയിട്ടായാലും നിങ്ങൾ വിദ്യ നേടണമെന്ന് ലോകത്ത് പഠിപ്പിച്ച ജനനായകൻ, വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിന്റെ നായകനാണ് ഹസ്രത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഇന്ന് ലോകാടിസ്ഥാനത്തിൽ മുസ്ലിം സമുദായം വിദ്യാഭ്യാസപരമായി പിറകിലാണ്. കേരളത്തിലെ മുസ്ലിങ്ങളും വിദ്യാഭ്യാസപരമായി പിന്നാക്കാവസ്ഥയിലാണ്. അതുകൊണ്ടാണ് എനിക്ക് പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ അംഗമാവാൻ സാധിച്ചത്. കേരളത്തിലെ മുസ്ലിങ്ങൾ വിദ്യാഭ്യാസപരമായി മൊത്തം മുസ്ലിങ്ങളും പിറകിലാണ്. സാമ്പത്തികപരമായി ചെറിയ നിലക്ക് പുരോഗതി ഉണ്ടെങ്കിലും ഉദ്യോഗങ്ങളും വിദ്യാഭ്യാസത്തിലും ഇന്നും കേരളീയ മുസ്ലിങ്ങൾ വളരെ പിറകിലാണ്. മറ്റു പല ജാതികളും പിറകിലാണ്. കേരളത്തിൽ ഒഴിച്ചു മറ്റ് ഇന്ത്യയുടെ ഇതര സ്റ്റേറ്റുകൾ വെച്ച് നോക്കിയാൽ, രജീന്ദർ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് ഒന്ന് വായിച്ചു നോക്കിയാൽ അതിന്റെ അകത്ത് കാണാം, ഇന്ത്യയിലെ പട്ടികജാതി പട്ടികവർഗങ്ങളെക്കാൾ ഏറ്റവും അധികം പിറകെ നിൽക്കുന്നവർക്ക് ഇന്ത്യയിലെ മുസ്ലിങ്ങളാണ്. 1000 ചില്ലാനം ഗ്രാമങ്ങളിൽ മുസ്ലിങ്ങൾ തിങ്ങി താമസിക്കുന്ന 1000 ചില്ലാനം ഗ്രാമങ്ങളിൽ ഇന്നും വൈദ്യുതിയും വെള്ളവും പള്ളിക്കൂടങ്ങളുമില്ലാത്ത 1000 ചില്ലാനം ഗ്രാമങ്ങൾ ഇന്ത്യയിലുള്ള വർഗം മുസ്ലിങ്ങൾ മാത്രമാണെന്ന് രജീന്ദർ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് വ്യക്തമാക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് ഇന്ത്യയിലെ കഥ മാത്രമല്ല ഞാൻ പറയുന്നത്. കലാപം നടന്നുകൊണ്ടിരിക്കുന്ന ഈജിപ്തിലെ കഥയായിരുന്നാലും, കേണൽ മുഹമ്മദ് അൽ ഗദ്ദാഫിയുടെ നാട്ടിലെ കഥയായിരുന്നാലും, സൗദി അറേബ്യയിലെ കഥയായിരുന്നാലും, കുവൈറ്റിലെയോ മസ്കറ്റിലെയോ ഒമാനിലെയോ ചരിത്രമായിരുന്നാലും, ലോകാടിസ്ഥാനത്തിൽ ഇന്നൊരു സർവേ നടത്തി നോക്കിയാൽ മുസ്ലിം സമുദായം വിദ്യാഭ്യാസപരമായി പിറകിലാണ്. എവിടെ സംഭവിച്ചോ ഈ പരാജയം? മുസ്ലിം സമുദായം പിറകിലാവാനുള്ള കാരണം പ്രവാചകനായിരുന്നുവോ? അല്ലല്ലോ. പ്രവാചകന്റെ ഏറ്റവും വലിയ ഉദാര മനസ്സിൽ നോക്കൂ നിങ്ങൾ. ഒരു സംഭവം വളരെ പെട്ടെന്ന് പറഞ്ഞു കളയാം. ബദർ യുദ്ധം നടന്നതിന്റെ ശേഷം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് യുദ്ധത്തിന് വേണ്ടി വന്ന ശത്രുപക്ഷത്തിൽ നിന്ന് കീഴടങ്ങപ്പെട്ട 100 ചില്ലാനം ആളുകളെ അറസ്റ്റ് ചെയ്തു. ആരൊക്കെയായിരുന്നു ആ പ്രമുഖരെന്നറിയോ? മക്കായിലെ പ്രമുഖരെയായിരുന്നു പ്രവാചകന്റെ സൈന്യം അറസ്റ്റ് ചെയ്തത്. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വന്തം എളാപ്പയായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ സഹാബത്ത് കൈക്ക് ചങ്ങല വെച്ച് അറസ്റ്റ് ചെയ്തു. റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട മകളായ സൈനബയുടെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തു. മക്കയിലെ പ്രമുഖരായ ആളുകളൊക്കെ അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്നു.
പ്രവാചകൻ അറസ്റ്റ് ചെയ്ത യുദ്ധത്തടവുകാരുടെ ഇടയിലേക്ക് നടന്നെടുത്തുകൊണ്ട് ചോദിച്ചു, ഞാൻ നിങ്ങളെ എന്തു ചെയ്യുമെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? പ്രവാചകനെ പറ്റി ഖുർആൻ പറഞ്ഞത് എന്താണ്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. സർവ്വലോകത്തിന്റെയും അനുഗ്രഹമായിട്ടല്ലാതെ നബിയെ ഞാൻ താങ്കളെ പറഞ്ഞയച്ചിട്ടില്ല. മുസ്ലിങ്ങളുടെ മാത്രം അനുഗ്രഹമല്ല പ്രവാചകൻ, ഹിന്ദുക്കൾക്കും അനുഗ്രഹമാണ്, ക്രിസ്ത്യാനികൾക്കും അനുഗ്രഹ. സർവ്വലോകം എന്ന് പറഞ്ഞ മനുഷ്യലുഗത്തിന് മാത്രമല്ല, ജന്തു സസ്യ ഗോള ചന്ദ്ര നക്ഷത്ര മണ്ഡലാദികൾക്ക് മുഴുവൻ പ്രവാചകൻ അനുഗ്രഹമാണ്. അതൊക്കെ വിശദീകരിക്കപ്പെടേണ്ട സബ്ജക്റ്റാണ്. പ്രവാചകനെ പറ്റി ഖുർആൻ പറയുന്നത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബിയെ സർവ്വലോകത്തിന്റെയും അനുഗ്രഹമായിട്ടാ തങ്ങളെ പറഞ്ഞയച്ചിരിക്കുന്നത്. ആ പ്രവാചകൻ ബദർ യുദ്ധത്തിൽ നിന്ന് പിടിക്കപ്പെട്ട, അറസ്റ്റ് വരിക്കപ്പെട്ട യുദ്ധത്തടവുകാരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊരു സമ്പൂർണ്ണ മതമാണ് ഇസ്ലാം. അവട്ടെ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബിയെ താങ്കളെ ഞാൻ ലോകത്തിന്റെ മുഴുവൻ അനുഗ്രഹമായിട്ടല്ലാതെ പറഞ്ഞയച്ചിട്ടില്ല. ആ പ്രവാചകന്റെ അനുഗ്രഹത്തിന്റെ ഒരു ഉദാഹരണം, ബദർ യുദ്ധം കഴിഞ്ഞു. യുദ്ധം എന്ന വാക്ക് ഇസ്ലാമിൽ ഉപയോഗിക്കാൻ പറ്റോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നവനാണ്. കാരണം യുദ്ധം, ബദർ സമരം എന്ന് പറയുന്നതാ കുറച്ചുകൂടി നല്ലത്. സത്യത്തിൽ പ്രവാചകൻ ഒരു യുദ്ധത്തിന് തയ്യാറെടുത്തിട്ടില്ല, ആക്രമിക്കുകയായിരുന്നു. 313 പേര് 7 വാളും 9 കുന്തം കൊണ്ടാണ് 1000ഓളം വരുന്ന ശത്രുപക്ഷത്തെ നേരിടാൻ പോയത്. അതൊരു യുദ്ധമായിരുന്നു, ഒരു വൺ സൈഡ് ആക്രമല്ലേ അത്. 313 പ്രവാചകന്റെ അനുയായികള് 7 വാളും 9 കുന്തം കൊണ്ട് മറുപക്ഷത്ത് നിൽക്കുന്ന വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ആയുധാഭ്യാസികളായ 18 തരത്തിലുള്ള ആയുധങ്ങൾ എടുത്തണിഞ്ഞു വന്ന 1000ഓളം വരുന്ന ശത്രുപക്ഷത്തോട് പട്ടിണി കിടന്ന 313 ആളുകൾ ആ യുദ്ധത്തിന് പോയത്. അവരെ കയ്യിലുള്ളത് 7 വാള് 9 കുന്തം. ആ യുദ്ധത്തിൽ പ്രവാചകൻ വിജയിക്കുകയാണ്. 1000ഓളം വരുന്ന ശത്രുപക്ഷം പരാജയപ്പെടുകയാണ്. യുദ്ധ തടവുകാരായി 100 ആളുകളെ, 100 ആളുകളെ പ്രവാചകന്റെ അനുയായികളായ സ്വഹാബത്ത് കൈക്ക് ചങ്ങലക്കെട്ട് പിടിച്ചുകൊണ്ടുവന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ യുദ്ധം കഴിഞ്ഞ് അതിൽ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 100 ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. പ്രവാചകന്റെ ചോദ്യം, അല്ലയോ ശത്രുക്കളെ, നിങ്ങളൊക്കെ എന്റെ അടിമകളാണ്, അറസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളെ എന്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുകയാണ് എന്റെ സഹാബത്ത്. ആരൊക്കെയാണ് കൊണ്ടുവന്നത്? അള്ളാഹുവിന്റെ പ്രവാചകനെ പിറന്ന നാടായ മക്കയിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടവർ, അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മകളായ സൈനബ, 2 മാസം ഗർഭിണിയായ പാവപ്പെട്ട സൈനബയുടെ ഗർഭപാത്രത്തിൽ ചവിട്ടിക്കൊണ്ട് ഗർഭം അബോഷനാക്കി കലക്കിക്കളഞ്ഞവർ, അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ശിഷ്യനായ ബിലാൽ റളിയല്ലാഹുവിനെ മലർത്തിക്കിടത്തിക്കൊണ്ട് നെഞ്ചത്ത് പാറക്കല്ല് കയറ്റി വെച്ചുകൊണ്ട് ചാട്ടവാറ് കൊണ്ടടിച്ചവർ, അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹുവിന്റെ തലയിൽ സെയ്ത്തണ്ണ ഒഴിച്ചുകൊണ്ട് പഴുത്തുകൊണ്ടിരിക്കുന്ന സൂര്യന്റെ ചുവട്ടിൽ നിർത്തിയവര്, ബഹുമാനപ്പെട്ട സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയുടെ 2 കാലുകളും ഒട്ടകത്തിന്റെ കൈകാലുകളിലേക്ക് വലിച്ചു കെട്ടിക്കൊണ്ട് ചുട്ടുപഴുപ്പിച്ച ഇരുമ്പിന്റെ കമ്പി കൊണ്ടുവന്ന് സുമയ്യയുടെ മുൻഭാഗത്തിലൂടെ അടിച്ചു കയറ്റി ജീവനോടെ പച്ചക്കെട്ട് കൊന്നവര്, അവരൊക്കെയാണ് പ്രവാചകന്റെ ശിഷ്യന്മാർ ആദ്യത്തെ ആക്രമണത്തിൽ അറസ്റ്റ് ചെയ്ത് തോൽവി സമ്മതിച്ചുകൊണ്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്റെ ശത്രുക്കളാണല്ലോ, ഞാൻ നിങ്ങളെ എന്തു ചെയ്യുമെന്നാണ് നിങ്ങൾ ഭാവിക്കുന്നത്? ഞാൻ നിങ്ങളെ എന്തു ചെയ്യുമെന്നാണ് ഭാവിക്കുന്നത്? ആ ശത്രുക്കളുടെ മറുപടി, മുഹമ്മദേ, നീ ഞങ്ങളെ കൊന്നുകളയുക തന്നെ ചെയ്യും. കാരണം നിന്നോട് അത്ര വലിയ ശല്യ ഞങ്ങൾ ചെയ്തത്. നിന്നെ പിറന്ന നാടായ മക്കയിൽ നിന്ന് ആട്ടിയോടിച്ചു ഞങ്ങള്. ഇവിടെ സമാധാനത്തോടെ ജീവിക്കാൻ വയ്യാതെ ഇവിടെ വന്ന ആക്രമണത്തിന് മുതിർന്നു ഞങ്ങള്. നിന്റെ കുട്ടികളെ അടിച്ചോടിച്ചു ഞങ്ങള്. നിന്റെ പ്രിയപ്പെട്ട ഭാര്യയായിരുന്ന ഖദീജാനെ പച്ചവെള്ളം കൊടുക്കാതെ മരിപ്പിച്ചു കളഞ്ഞു ഞങ്ങള്. അത്രയധികം ദ്രോഹം ചെയ്ത ഞങ്ങള്. നീ മാപ്പ് തരുമെന്ന യാതൊരു പ്രതീക്ഷയും ഞങ്ങൾക്കില്ല. നീ ഞങ്ങളെ കൊന്നുകളയും. അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്തായിരുന്നോ? ഞാൻ നിങ്ങളെ കൊന്നുകളയുമെന്നാണോ നിങ്ങൾ ഭാവിക്കുന്നത്? അതെ. അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി വരികയാണ്, എന്നാൽ
ലോകത്തൊരു നേതാവും ഒരു രാഷ്ട്രത്തലവനും ഒരു യുദ്ധത്തടവുകാർക്ക് നൽകാത്ത കഠിനമായ ശിക്ഷ നിങ്ങൾക്ക് ഞാൻ തരാൻ പോവുകയാണ്. ലോകത്തൊരു നേതാവും ഒരു യുദ്ധത്തടവുകാർക്ക് നൽകാത്ത കഠിനമായ ശിക്ഷ നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. എന്താണ് ആ ശിക്ഷയെന്ന് കേൾക്കുമ്പോഴേക്കും അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട ശത്രുക്കൾ നിന്ന് കിടുകിടാ പറക്കുകയാണ്. പൂച്ചയുടെ മുമ്പിൽ എലിക്കുഞ്ഞുങ്ങളിൽ നിന്ന് പറക്കുന്ന പോലെ നിന്ന് പറക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ലോകത്തിന്നേ വരെ ഒരാളും നൽകാത്ത ശിക്ഷയാ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. അവർ പരസ്പരം പറയാൻ തുടങ്ങി. ചിലപ്പോ കണ്ണ് ചൂന്ന് കളയലാവാം, ചിലപ്പോ കൈ വെട്ടിക്കളയലാവാം, ചിലപ്പോ ജനനേന്ദ്രിയം മുറിച്ച് കളയലാവാം, ചിലപ്പോ കൊടല് പച്ചക്കെട്ട് വലിച്ചു പുറത്തിടലാവാം. അങ്ങനെ പല പല ശിക്ഷകളും നമുക്ക് നൽകാം. മുഹമ്മദിനെ അത്രമാത്രം നമ്മൾ ദ്രോഹിച്ചിട്ടുണ്ട്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അല്ലാഹുവിന്റെ പ്രവാചകർ വന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് നൽകാൻ പോകുന്ന ശിക്ഷ എന്താണെന്നോ? നിങ്ങൾ 100 ആളുണ്ടല്ലോ, നിങ്ങളിൽ നിന്ന് ഓരോരുത്തരും എന്റെ കൂട്ടത്തിൽപ്പെട്ട പാവപ്പെട്ട 10 സ്വഹാബത്തിന് അറബി അക്ഷരമാല എഴുതാനും വായിക്കാനും പഠിപ്പിച്ചാൽ, നിങ്ങളിൽ ഒരാള് യുദ്ധത്തടവുകാരായി പിടിക്കപ്പെട്ട ശത്രുക്കളായ നിങ്ങളിൽ ഒരാള് എന്റെ കൂട്ടത്തിൽപ്പെട്ട വിവരമില്ലാത്ത വിദ്യാഭ്യാസമില്ലാത്തവർക്ക് എഴുതാനും വായിക്കാനും നിങ്ങൾ ഒരാള് 10 ആൾക്ക് പഠിപ്പിച്ചാൽ, എന്റെ കുടുംബത്തെ ദ്രോഹിച്ച നിങ്ങൾക്ക്, എന്നെ കല്ലെടുത്തെറിഞ്ഞ നിങ്ങൾക്ക്, എന്റെ മകളുടെ ഗർഭം ചവിട്ടിക്കലക്കിയ നിങ്ങൾക്ക്, എന്റെ ബിലാലിന്റെ നെഞ്ചത്ത് പാറക്കല്ല് കയറ്റിവെച്ച നിങ്ങൾക്ക്, എന്റെ അമ്മാർ ഇബ്നു യാസിറിന്റെ തലയില് ജയ്തെണ്ണ ഒഴിച്ച് ആട്ടുപോലെ കത്തിച്ച നിങ്ങൾക്ക് ഞാൻ നിരുപാധികം മാപ്പ് തരാമെന്ന് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ. ലോകത്ത് തടവുകാരോടൊന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ? ഇറാഖിലെ അബൂ ഗാരിബ് ജയിലിന്റെ ഉദാഹരണം ഞങ്ങൾ വായിച്ചില്ലേ പത്രത്തില്? ഇറാഖ് യുദ്ധം നടന്ന സമയത്ത് അബൂ ഗാരിബ് എന്ന് പറയുന്ന ജയിലിൽ നിന്ന് വന്ന വാർത്ത നമ്മൾ അൽ ജസീറ TV പുറത്തുവിട്ടു. എന്തായിരുന്നു അവിടെ നടന്നത്? അവിടുത്തെ മുസ്ലിങ്ങൾ മുഴുവൻ അമേരിക്കയുടെ പട്ടാളം നഗ്നവാന്മാരും നഗ്നവതികളുമാക്കി. എന്നിട്ട് നായ്ക്കളെ കൊണ്ട് അവരുടെ ഗുഹ്യസ്ഥാനം മണപ്പിക്കുക, നക്കിക്കുക. മുസ്ലിങ്ങൾക്ക് നായ നിഷിദ്ധമാ. അത് തൊട്ടാൽ 7 വട്ടം കഴുകണം. അതിലൊരു പ്രാവശ്യം ശുദ്ധിയുള്ള മണ്ണ് കൊണ്ട് കഴുകണം. ആ മുസ്ലിങ്ങളുടെ ഗുഹ്യസ്ഥാനം നായ്ക്കളെ കൊണ്ട് നക്കിപ്പിച്ചു അമേരിക്കയുടെ മിലിറ്ററിക്കാർ. തീർന്നില്ല അക്രമം. മദ്യം വായിലൊഴിച്ചു കൊടുക്കുക. മുസ്ലിങ്ങൾക്ക് മദ്യം നിഷിദ്ധമാ. ഇറക്കാൻ കൂട്ടാക്കാത്തവന്റെ അണ്ണാക്കിലേക്ക് പന്നിയിറച്ചി ഫ്രൈ ചെയ്തുകൊണ്ട് തൊണ്ടയിലിട്ടുകൊണ്ട് അത് ഇറക്കാൻ കൂട്ടാക്കാത്ത അണ്ണാക്കിലേക്ക് തൊണ്ടയിലേക്ക് മദ്യം ഒഴിച്ചു കൊടുത്തുകൊണ്ട് കുത്തിയിറക്കുക. ഇതായിരുന്നു അമേരിക്ക അബൂ ഗാരിബ് ജയിലിൽ ഇറാഖിലെ പാവപ്പെട്ട മുസ്ലിങ്ങളെ പിടിച്ചുകൊണ്ട് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞതല്ല. അൽ ജസീറ TV ലൈവായിക്കൊണ്ട് പുറത്തുവിട്ട ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ. ലോകത്ത് റഹ്മത്തുൽ ലിൽ ആലമീൻ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ. യുദ്ധത്തടവുകാരായാലും അക്രമിയായാലും കള്ളനായാലും കൊലപാതകിയായാലും അവരോട് കാരുണ്യം കാണിക്കാൻ പഠിപ്പിച്ച പ്രവാചകൻ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ. സർവ്വലോകത്തിന്റെയും അനുഗ്രഹമായിട്ടല്ലാതെ നബിയെ ഞാൻ തങ്ങളെ പറഞ്ഞയച്ചിട്ടില്ല. അന്യമതക്കാരോടോ പ്രവാചകന്റെ പെരുമാറ്റം എന്തായിരുന്നു? അന്യമതക്കാരോട് മുസ്ലിം സമുദായത്തിലെ ആളുകൾ മനസ്സിലാക്കണം, നമ്മൾ മറ്റുള്ളവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. നമ്മളെ തെറ്റിദ്ധരിച്ചു പോയ സമൂഹത്തിന് നല്ല മാന്താവിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ട ധാർമ്മികമായ കടമ നമുക്കാണുള്ളത്. നമ്മളോട് ഖുർആൻ പറഞ്ഞത് എന്താ? കുൻതും ഖൈറ ഉമ്മാ ഉഖ്രിജത് ലിന്നാസി തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. ലോകത്തെ ഏറ്റവും നല്ല സമുദായം നിങ്ങളാണ്. തഅമുറൂന ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് നിങ്ങൾ കൽപ്പിക്കുന്നു. വതൻഹൗന അനിൽ മുൻകർ, നിഷിദ്ധമായ കാര്യങ്ങൾ ജനങ്ങളെ തൊട്ട് നിങ്ങൾ തടയുന്നു. ജനങ്ങളോട് നന്മ കൊണ്ട് കൽപ്പിക്കുന്നു, തിന്മ കൊണ്ട് വിരോധിക്കുന്നു. അതുകൊണ്ട് ലോകത്തെ കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ ഉത്തമ സമുദായമാണ്, പെർഫെക്റ്റ് സമുദായമാണ്. നമ്മൾ ലോകത്ത് നന്മ കൊണ്ട് കൽപ്പിക്കാൻ വിധിക്കപ്പെട്ടവരാ, തിന്മ കൊണ്ട് വിരോധിക്കാൻ വിധിക്കപ്പെട്ടവരാ, അല്ലേ? അന്യമതക്കാരോട് എന്ത് വെച്ച് പുലർത്താനാ പ്രവാചകൻ ബഹുമാനപ്പെട്ട ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിച്ചത്? അക്രിം ജാറക വലൗ കാന കാഫിറ. അക്രിം ജാറക വലൗ കാന കാഫിറ. നിന്റെ അയൽപക്കക്കാരൻ
അമുസ്ലിമായ മനുഷ്യരാണെങ്കിൽ, ബഹുദൈവ വിശ്വാസിയാണെങ്കിൽ, പരദൈവ വിശ്വാസിയാണെങ്കിൽ അവനെ ബഹുമാനിച്ചേ മതിയാവൂ. മുഹമ്മദ് മുസ്തഫ ആരാണ് അയൽപക്കക്കാരൻ? അയൽപക്കക്കാരന്റെ ഡെഫിനിഷൻ എന്താ? നിന്റെ വീടിന്റെ 40 വീട് നിന്റെ അയൽക്കാരനാ. നിന്റെ വീടിന്റെ 40 വീട് നിന്റെ അയൽക്കാരനാ. അതിൽ ഹിന്ദു ഉണ്ടാവാം, ക്രിസ്ത്യാനി ഉണ്ടാവാം, അതുപോലെ തന്നെ നിരീശ്വരവാദി ഉണ്ടാവാം, മതത്തിൽ വിശ്വാസമില്ലാത്തവരുണ്ടാവാം, നിന്നെ ആക്ഷേപിക്കുന്നവരുണ്ടാവാം, നിന്റെ ശത്രുവുണ്ടാവാം. അവന് അക്കിരിം ജാറക വലൗകാന കാഫിറ, അമുസ്ലിമായവനാണ് നിന്റെ അയൽവാസിയെങ്കിൽ അവനെ ബഹുമാനിച്ചു കൊള്ളണം. ആ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നീ വയറ് നിറച്ചാൽ അഗ്നിയാണ് നീ തിന്നുന്നതെന്ന് ഖാല റസൂലുള്ളാഹി. ഇത്രയധികം അയൽക്കാരോട് മര്യാദ പുലർത്താൻ, അന്യമതക്കാരോട് മര്യാദ പുലർത്താൻ ലോകത്ത് കൽപ്പിച്ച പ്രവാചകൻ വേറെയുണ്ട്. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ മദീനയിലുള്ള കാലം കുറച്ച് ക്രിസ്ത്യാനികൾ വന്നു പ്രവാചകനുമായി സംവദിക്കാൻ. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രവാചകത്വം അവർക്കറിയണം. തൗറാത്തിൽ പറയപ്പെട്ട പ്രവാചകനാണോ മുഹമ്മദ് നബി അവർക്കറിയണം. ഇഞ്ചീലിൽ പരാമർശിക്കപ്പെട്ട പ്രവാചകനാണോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കറിയണം. അള്ളാഹുവിന്റെ റസൂൽ അവരുമായി സംവാദം കഴിഞ്ഞപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു ഇത് പ്രവാചകൻ തന്നെ. ആ ബോധ്യപ്പെട്ട സമയത്ത് അതാ അവർക്ക് കുർബാന നടത്തേണ്ട സമയമായി, സന്ധ്യാ കുർബാനയുടെ സമയമായി. അവർ ചോദിച്ചു, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, അള്ളാഹുവിന്റെ റസൂലേ മുഹമ്മദേ, വൈകുന്നേര സമയമാണ്, ഞങ്ങൾക്ക് സന്ധ്യാ കുർബാന നടത്തേണ്ട സമയമാണ്, ഞങ്ങൾ എവിടെ പ്രാർത്ഥിക്കണം? അള്ളാഹുവിന്റെ റസൂല് മദീനയിലെ പള്ളിയിലെ മസ്ജിദുൻ നബവി, ഇന്ന് റസൂലുള്ളാഹിന്റെ ഖബർ ശരീഫ് നിലകൊള്ളുന്ന മസ്ജിദുൻ നബവി, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഖബറുള്ള മസ്ജിദുൻ നബവി, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ കിടക്കുന്ന മസ്ജിദുൻ നബവിയുടെ ഒരു ഭാഗം ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഞാനും എന്റെ അനുയായികളും എവിടെയാണ് നിസ്കരിക്കുന്നത് 5 വഖത്ത്? ഈ പള്ളിയുടെ ഒരു മൂലയിൽ നിങ്ങൾക്ക് നിന്നുകൊണ്ട് മുട്ടുകുത്തി നിന്നുകൊണ്ട് ബൈബിള് വായിക്കാമല്ലോ. ഇരുകൈയും നീട്ടി ക്രിസ്ത്യാനികൾ അംഗീകരിക്കുകയാണ്. മദീനയുടെ പള്ളിയിലെ തെരുവിൽ വന്നുകൊണ്ട് ക്രിസ്ത്യാനികൾ ബൈബിൾ വായിക്കുകയാണ്, കുർബാന നടത്തുകയാണ്. ലോകത്തെ ഏതെങ്കിലും ഒരു നേതാവ് സമാനതയുണ്ടോ ഇത്? എന്നാൽ ഇസ്ലാം മതത്തിന്റെ ആശയം എന്താണ്? അല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ആദർശത്തിൽ ഒരു വിട്ടുവീഴ്ച ഇസ്ലാം മതത്തിലില്ല. അല്ലാഹു എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ലാഹു അഹദ്, അല്ലാഹു ഒരുവനാണ്. അല്ലാഹു സമദ്, അവൻ പരാശ്രയം വേണ്ടാത്തവനാണ്. ലം യലിദ് വലം യൂലദ്, അല്ലാഹനെ പ്രസവിച്ചിട്ടില്ല, അല്ലാഹ്ക്ക് മക്കളില്ല, അല്ലാഹനെ പ്രസവിക്കപ്പെട്ടതുമല്ല, അല്ലാഹ്ക്ക് കുട്ടികളില്ല, അല്ലാഹ്ക്ക് ഭാര്യയില്ല എന്ന് വിശ്വസിക്കുന്ന ഇസ്ലാം, ദൈവത്തിന്റെ മകൻ യേശുക്രിസ്തുവാണെന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യൻ സമുദായത്തിന് മദീനയുടെ പള്ളിയിൽ കുർബാന നടത്താൻ സൗകര്യം ചെയ്തു കൊടുത്ത ലോക നേതാവ് ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ. അതിനും വലിയ സൗഹാർദ്ദം ലോകത്ത് ആരാ പഠിപ്പിക്കാനുള്ളത്? ആ മതത്തെ സംബന്ധിച്ച് ഇന്ന് തെറ്റിദ്ധാരണ. ആ മതത്തിന്റെ അനുയായികളിന് ഭീകരവാദികള്, ആ മതത്തിന്റെ അനുയായികളിന് ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ടവര് എവിടെയാണ് സംഭവിച്ചു പോയത്? അവിടേക്കാണ് ഞാൻ തിരിച്ചു വരുന്നത്. അള്ളാഹുവിന്റെ മതം കേവലം ഒരു മതമല്ല കേട്ടോ. ചില ആളുകൾ മതത്തിനെ കൊച്ചാക്കുക. ഒരു 12 രൂപയുടെ കടലാസിൽ ഒരു ലേഖനം എഴുതിയിട്ട് വിമർശിക്കാൻ പറ്റുന്നതല്ല പരിശുദ്ധ ഇസ്ലാമും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ. കേട്ടോ മോനെ, അള്ളാഹുടെ മതാണ് ഇസ്ലാം മതം. അള്ളാഹുടെ ബുദ്ധി പിഴക്കില്ലല്ലോ. അള്ളാഹുടെ ബുദ്ധി പിഴച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ അള്ളാഹിനെ കൊണ്ട് വിശ്വാസം ഉണ്ടാവുമോ? ഖുർആനിലെ 6666 ആയത്തുകളിൽ ഏതെങ്കിലും ഒരു ആയത്ത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു അമെൻമെന്റ് വേണ്ടി വന്നിട്ടുണ്ടോ? ഇപ്പൊ ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയിട്ട് 50-60ഓളം വർഷമായി. ആ ഭരണഘടനയുടെ അകത്ത് 54 ഭേദഗതി ഇപ്പൊ തന്നെ കൊണ്ടുവന്നു കഴിഞ്ഞു. കാലഘട്ടത്തിനനുസരിച്ചുള്ള ഭേദഗതികള് ഡോക്ടർ BR അംബേദ്കറും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധി തുടങ്ങിയ ഇന്ത്യയിലെ ബുദ്ധിരാക്ഷസന്മാർ ഒരുമിച്ച് കൂടി ഉണ്ടാക്കിയ ഭരണഘടനയുടെ അകത്ത് 50-ലധികം ഭേദഗതികൾ ഇപ്പൊ തന്നെ കൊണ്ടുവന്നു കഴിഞ്ഞു. ഇനിയും ഭരണഘടനാ ഭേദഗതിക്ക് വേണ്ടി ഇവിടെ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? കാലഘട്ടത്തിന്റെ പ്രവാഹത്തെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി നമ്മുടെ ഭരണഘടനക്ക് പോരാ. അതുകൊണ്ട് അതിൽ അമെൻമെന്റും ഭേദഗതികളും കൊണ്ടുവരുന്നു.
എന്നാൽ 6666 ആയത്തുകളില് ഏതെങ്കിലും ഒന്നിന് ആ കാലഘട്ടത്തിന്റെ പ്രവാഹത്തെ തടഞ്ഞു നിർത്താനുള്ള പവറില്ല എന്ന് ലക്ഷ്യസഹിതം ചൂണ്ടിക്കാണിക്കാൻ കഴിയോ? ഒരായത്തുണ്ടോ? ഇല്ല. ഉദാഹരണമായി ഇപ്പൊ ഞാൻ പറഞ്ഞു വരാം. ഇപ്പതാ മഴ പെയ്തു. മഴ അനുഗ്രഹം തന്നെ. ബഹുമാനപ്പെട്ട റഫീഖ് അഹമ്മദ് സക്കാഫി പറഞ്ഞു, മഴ അല്ലാഹുവിന്റെ റഹ്മത്താണ്. മഴയ്ക്ക് വേണ്ടി റസൂലുള്ള ദ്വാരുന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂല് ദ്വാരുന്നപ്പോ മഴ കിട്ടിയിട്ടുണ്ട്. ചിലപ്പോ മഴ മുസീബത്തും ആവും. റഹ്മത്തുകളൊക്കെ ചിലപ്പോ അധികമായാൽ അമൃതും വിഷം എന്ന് പറഞ്ഞ പോലെ മുസീബത്താവും. അപ്പൊ എന്ത് വേണം? പോയി കിട്ടാൻ വേണ്ടി ദ്വാരക്കണ്ടേ. മദീനയിൽ അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് വന്നിട്ട് ഒരു അഅറാബി വെള്ളിയാഴ്ച പള്ളിയിൽ ഖുത്ബ നടത്തുന്ന സമയത്ത് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, മഴയില്ല നബിയെ, ഞങ്ങൾക്ക് വേണ്ടി ദ്വാരക്കണം. മദീനയുടെ പള്ളിയുടെ മിമ്പറയിൽ നിന്നുകൊണ്ട് പ്രവാചക തിരുമേനി ഒരൊറ്റ ദുആയാണ്, അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസാ, നിന്റെ റഹ്മത്തായ മഴ ഇവിടെ പെയ്യണേ എന്ന് ദുആയിരുന്നതോടുകൂടെ മദീനയിൽ അങ്ങ് മഴ പെയ്യാൻ തുടങ്ങി. ആ വെള്ളിയാഴ്ച പിടിച്ച മഴ പിറ്റത്തെ വെള്ളിയാഴ്ച വരെ അങ്ങ് ഇടതടവില്ലാതെ പെയ്തപ്പോ മദീന വെള്ളപ്പൊക്കത്തിന്റെ പിടിയിലായി. പിറ്റത്തെ വെള്ളിയാഴ്ച അല്ലാഹുവിന്റെ റസൂൽ ഖുത്ബ നിർവഹിക്കാൻ അതേ മദീനത്തെ പള്ളിയുടെ മിമ്പറയിൽ കയറിയപ്പോ, കഴിഞ്ഞ വെള്ളിയാഴ്ച അതാ പ്രസംഗിക്കുന്ന സമയത്ത് ഖുത്ബ നടത്തുന്ന സമയത്ത് മഴയ്ക്ക് വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞ ആ മനുഷ്യൻ വന്നിട്ട് പറയാണ്, നബിയേ, മഴ അധികരിച്ചു പോയി, വീടുകളൊക്കെ ഒഴുകിപ്പോയി, കന്നുകാലികളൊക്കെ മഴയിൽ കിടന്ന് ചത്തുപോയി, ഞങ്ങൾക്ക് വീട്ടിൽ താമസിക്കാൻ വയ്യ, അതുകൊണ്ട് മഴയൊന്ന് നിർത്താൻ പറയണമെന്ന് പറഞ്ഞപ്പോ റഹ്മത്തുൽ ആലമീനായ റസൂലുള്ളാഹി തങ്ങള് നേരത്തെ മഴ വരാൻ വേണ്ടി ഇങ്ങനെ ദുആരുന്ന റസൂലുള്ളാഹ് കൈ രണ്ടും മലർത്തി കമഴ്ത്തി പിടിച്ചുകൊണ്ടൊരൊറ്റ ദുആയാണ്, അല്ലാഹുമ്മ ലാ അലൈനാ വജ്അൽഹാ ഹവാലൈനാ. പടച്ചവനെ, നിന്റെ റഹ്മത്തായ മഴ ഇവിടെ വേണ്ട, സമുദ്രാന്തര ഭാഗങ്ങളിലേക്കും മറ്റു ഭാഗങ്ങളിലേക്കും ഈ മഴയെ തിരിച്ചുവിടണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു പോയി. അവ ചിലപ്പോ മഴയ്ക്ക് വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞ റസൂലുള്ളാഹി തങ്ങൾ തന്നെ അത് മുസീബത്തായി വരുന്ന സമയത്ത് അത് അല്ലാഹുവേ ഇവിടുന്ന് മാറ്റണേ എന്ന് അല്ലാഹുവിന്റെ റസൂല് തന്നെ ദുആ ചെയ്തു പോയിട്ടുണ്ട്. അതുകൊണ്ട് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ആ ഇസ്ലാം മതം മഴയെ പറ്റി എന്താ പറയണത്? ഇപ്പൊ കാലാവസ്ഥാ വ്യതിയാനാണല്ലോ. ഞാന് ഇപ്പൊ ഈ പ്രാവശ്യം ഏറ്റവും അധികം മഴ പെയ്യുന്നത് ഞാൻ കണ്ടത് തിരുവനന്തപുരത്താണ്. കാരണം ഞാൻ എന്ന് തിരുവനന്തപുരത്ത് വന്നോ അന്നൊക്കെ മഴയുണ്ട്. ഇപ്പോഴും തിരുവനന്തപുരത്ത് നിന്നാ മഴയുടെ തുടക്കം. ഇന്നലെ എല്ലാം തിരുവനന്തപുരത്ത് ഉഗ്ര മഴയാണെന്നാ. ഇന്ന് നമ്മുടെ ഭാഗത്തേക്കും വന്നു. ഇന്ന് തൃശ്ശൂരുണ്ട്. ഞാൻ എൻ്റെ നാട്ടിൽ വിളിച്ചു നോക്കുമ്പോൾ അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുക. ഈ മഴ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. സത്യത്തിൽ ഈ സമയത്ത് ഇത്രയും വലിയൊരു മഴ പെയ്യാറില്ല. 2010 മെയ് മാസം 16-ാം തീയതി കേരളത്തിലെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം എന്ന് പറയുന്ന തിരുവനന്തപുരത്തുള്ള സെസ്സിലെ ഏമാന്മാർ ഒരു ഫത്വ പുറപ്പെടുവിച്ചത് 2010-11 വർഷങ്ങൾ കാലാവസ്ഥ വളരെ മോശമാകുന്നു മാത്രമല്ല മഴ പെയ്യില്ല, ഒരു ഗ്ലാസ് വെള്ളത്തിന് 20 രൂപ കൊടുത്ത് വാങ്ങിച്ചു കുടിക്കേണ്ട ഗതികേട് വരുന്ന മോനെ കാലാവസ്ഥക്കാര് പറഞ്ഞു. പക്ഷേ അറബിയിൽ ഒരു ചൊല്ലുണ്ട്, മഫ്ഹൂമു മുഖാലഫ എന്ന് പറഞ്ഞു. പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്. പെയ്യുമെന്ന് പറഞ്ഞാൽ പെയ്യില്ല, പെയ്യില്ല എന്ന് പറഞ്ഞാൽ പെയ്യും. ഇത് അള്ളാഹുവിന്റെ ആഭ്യന്തര കാര്യം മഴ പെയ്യിപ്പിക്കൽ. അള്ളാഹുവിന്റെ ഖുദ്റത്തിൽ, ആ ഖുദ്റത്താകുന്ന സിഫത്തില്, ആഭ്യന്തര കാര്യത്തില് മനുഷ്യർ കൈകടത്തിയപ്പോ അള്ളാഹു അത് സമ്മതിച്ചു കൊടുത്തില്ല. അതുകൊണ്ട് എന്തുണ്ടായി എന്നറിയോ? 2010 റെക്കോർഡ് മഴയായിരുന്നു. 2010 മഴ പെയ്തിട്ട് മലമ്പുഴ ഡാം 8 വട്ടം തുറന്നു. മുല്ലപ്പെരിയാറും ലോവർ പെരിയാറൊക്കെ അണക്കെട്ട് തുറന്നു വിടാൻ തുടങ്ങി. ഏത് ഡാമാ കേരളത്തിൽ തുറക്കാതിരുന്നത്? മഴയുടെ അളവ് കണക്കൂട്ടിക്കൊണ്ട് പറഞ്ഞത് 40 കൊല്ലത്തിന്റെ ഇടയ്ക്ക് ഇത്ര ശക്തിയായ മഴ കേരളത്തിൽ പെയ്തിട്ടില്ലാതാ. ഒരു ഗ്ലാസ് വെള്ളത്തിന് 20 രൂപ കൊടുത്ത് വിലക്ക് വാങ്ങിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ സെസ്സിലെ ഏമാമാരോട് ഇപ്പൊ പറയാനുള്ളത്, ഈ റോട്ടിലെ വെള്ളം 20 രൂപ തരാ, ഒന്ന് പിഴുത് കൊണ്ടുപോകോ ഇവിടുന്ന്. ഖുർആൻ എന്താ അതിനെ പറ്റി പറഞ്ഞത്? മഴയെ പറ്റി ഖുർആൻ എന്താ പറഞ്ഞത്? ഖുർആൻ പറഞ്ഞത്, അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി
അം നഹ്നുൽ മുൻസിലൂൻ. ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് അല്ലാഹു ഖുർആനിൽ. ജനങ്ങളെ, അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി, മേഘപാളികളിൽ നിന്ന് നിങ്ങൾക്ക് വെള്ളം ഇറക്കി തരുന്നവൻ ഞാനാണോ അതോ നിങ്ങളാണോ? മോനെ, അള്ളാഹ്ക്ക് വിവരമില്ലാണ്ട് ചോദിച്ചല്ല കേട്ടോ. അല്ലാഹു ചോദിക്കുക, അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, മേഘപാളികളിൽ നിന്ന് വെള്ളം ഇറക്കി തരുന്നവൻ ഞാനാണോ നിങ്ങളാണോ? അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ, സൃഷ്ടിക്കുന്നവൻ നിങ്ങളാണോ നമ്മളാണോ? അത് വേറെ വിഷയമാണ്. കുറെ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ. അതിനൊക്കെ വിശദീകരണമുണ്ട്. എന്തുകൊണ്ട് അള്ളാഹു സൃഷ്ടിക്കുന്നവൻ നിങ്ങളാണോ നമ്മളാണോ ചോദിച്ചത്? അള്ളാഹുടെ കുദറത്തിൽ ഇപ്പൊ നമ്മൾ കൈ കടത്തിയല്ലോ. കൈ കടത്തിയിട്ടില്ല, കൈ കടത്തി നോക്കുക. അള്ളാഹുടെ കുദറത്തിൽ കൈ കടത്താൻ ഒരു 2 റുപ്യ 50 പൈസയുടെ സോഫ്റ്റ്വെയർ ആയിട്ട് നടക്കുന്ന നമുക്ക് അള്ളാഹിനെ പറ്റി എന്ത് മനസ്സിലാക്കി? ആടെന്ത് പറഞ്ഞു അങ്ങാടി വാടിപ്പോ നമ്മുടെ തലയിൽ ആകെ കപ്പാസിറ്റി 2.5 2 റുപ്യ 50 പൈസയുടെ സോഫ്റ്റ്വെയർ ഉള്ളൂ ഇതിന്റെ അകത്താകെ. ഇത് വെച്ചിട്ടാണ് നമ്മളിപ്പോ വലിയ കമ്പ്യൂട്ടർ, ഇൻഫോസിക്കും, സ്മാർട്ട് സിറ്റി, ആ സിറ്റി, ഈ സിറ്റി, ഇൻഫോ പാർക്ക്, ആ പാർക്ക്, ടെക്നോ പാർക്ക് എല്ലാം നമ്മൾ കീഴടക്കി. ആകാശം നമ്മുടെ കയ്യിൽ, ഭൂമി നമ്മുടെ കയ്യിൽ എന്ന് പറഞ്ഞു നടക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളിപ്പോ എവിടെ എത്തിയിട്ടുള്ളൂ? 2ാം ആകാശത്തെത്തിയിട്ടുള്ളൂ. ചൊവ്വ നിൽക്കുന്നത് ഇസ്ലാമിന്റെ തസ്രീഉൽ അഫ്ലാഖ് കിതാബ് എടുത്ത് നോക്കിയാൽ കാണാം 2ാം ആകാശത്തിലാ. 2ാം ആകാശത്തിലെ ചൊവ്വയിൽ മാധവൻ നായരുടെ നേതൃത്വത്തിലുള്ള അന്നത്തെ ISROയുടെ പേടകം പോയിട്ട് മൂക്കൂത്തി വീണ് തിരിച്ചു വന്നപ്പോ അതിന്റെ തലപ്പത്ത് വെള്ളത്തിന്റെ നനവുണ്ട് എന്നും ഇല്ലാന്നും കൈലയുക്കാലു. അതാണല്ലോ ഇപ്പൊ ചർച്ച. ആണല്ലോ ഇപ്പൊ ഏറ്റവും വലിയ ചർച്ച. എന്താ? ചന്ദ്രനിൽ പോയ മാധവൻ നായരുടെ പേടകം ഭൂമിയിലേക്ക് തിരിച്ചു വന്നപ്പോ ചന്ദ്രനിൽ വെള്ളത്തിന്റെ അംശം കണ്ടെത്തി. വെള്ളത്തിന്റെ അംശം ഉണ്ടെങ്കിൽ ജീവന്റെ അംശം ഉണ്ടോ? അവിടെ ജീവന്റെ അംശം ഉണ്ടെങ്കിൽ അവിടെ മനുഷ്യരുണ്ടോ? അവിടെ ചായപ്പീടിയുണ്ടോ? മലയാളി എത്തിയിട്ടുണ്ടോ? കച്ചവടം തുടങ്ങിയിട്ടുണ്ടോ? അങ്ങനെ കടക്കൂട്ടി പോകുക. പക്ഷേ അതിനൊക്കെ വളരെ സ്പെസിഫിക് ആയിട്ട് ഉത്തരം അല്ലാഹു പറഞ്ഞു. സൂറത്തുൽ ഇസ്രാ ഒരധ്യായം തന്നെ ഖുർആനിൽ കൊണ്ടുവന്നു. അതാണ് ഞാൻ പറഞ്ഞത്, മാറ്റേണ്ട ദൈവത്തിന്റെ ഗ്രന്ഥാണെങ്കിലും മാറ്റി തിരുത്തി വരില്ലാന്ന്. കറപ്ഷൻ അനുവദിക്കില്ല. കാരണം എഡിറ്റിംഗ് വളരെ മെച്ചൂരിറ്റിയോടെ ദൈവം തമ്പുരാൻ ചെയ്തിരിക്കുകയാണ്. അതിൽ കറപ്ഷൻ ഇല്ല. അല്ലാഹു പറഞ്ഞു സൂറത്തുൽ ഇസ്രാ, സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറകനാ ഹൗലഹു. 7ാം ആകാശത്തിന്റെ അപ്പുറത്തേക്ക് പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ തങ്ങളെ അല്ലാഹു കൊണ്ടുപോയി. 7ാം ആകാശത്തിന്റെ അപ്പുറത്ത് പ്രപഞ്ചല്യ. 7ാം ആകാശത്തിന്റെ അപ്പുറത്ത് പ്രപഞ്ചല്യ. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താണ്? ആലം. ആലം അറബിയില് ആലം എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം മാസിവൽ ബാരി, അല്ലാഹ് എല്ലാത്ത എല്ലതും ആലമിൽപ്പെട്ടതാണ്. അല്ലാഹ് ഒഴിച്ച്. അല്ലാഹ് ആലമിൽപ്പെട്ടതല്ല. എന്തുകൊണ്ട്? ആലം സൃഷ്ടിയാണ്, അല്ലാഹു സൃഷ്ടാവാൻ. സൃഷ്ടിയും സൃഷ്ടാവും രണ്ടും രണ്ടാ. അതാണ് ഇവിടുത്തെ വ്യത്യാസം. അപ്പൊ അള്ളാഹുവിനെ, അള്ളാന്റെ റസൂലിനെ അല്ലാഹ് കൊണ്ടുപോയത് എവിടേക്കാ? ആലമിന്റെ പുറത്തേക്ക് കൊണ്ടുപോയി, ലോകത്തിന്റെ പുറത്തേക്ക് കൊണ്ടുപോയി. അവിടേക്കൊക്കെ ശാസ്ത്രം എത്താൻ കിടക്കുക. 2ാം ആകാശത്തിലെ ചൊവ്വയിൽ വെള്ളമുണ്ടോ ഇല്ലേ എന്നാ തർക്കപ്പോ. 4ാം ആകാശത്തിലേക്ക് ചെല്ലാൻ പറ്റുമോ? നോ. അവിടെ സൂര്യൻ നിൽക്കുക. സൂര്യന്റെ 7 അയലത്തെത്താനുള്ള കഴിവ് ഇന്നത്തെ മനുഷ്യൻ നേടിയിട്ടില്ലെങ്കിൽ സൂര്യന്റെ അപ്പുറത്ത് പ്രവാചകൻ പോയി പ്രത്യേക വാഹനത്തില്, ആ വാഹനത്തിന്റെ പേര് ബുറാഖ് എന്നാണെന്ന് ഖാല റസൂലുള്ളാഹി. ഒരു കാര്യം ഉറപ്പാ, മുഹമ്മദ് നബിനെ ജിബ്രീലിനെ വിളിച്ചിട്ട് പൊന്തട്ടെ എന്ന് പറഞ്ഞാ പോരാറുന്നില്ലേ? അള്ളാന്റെ റസൂലിനെ മിഅ്റാജിന് കൊണ്ടുപോകുമ്പോഴേ എന്നാ നബി ഞങ്ങൾ പൊന്തിക്കോളി എന്ന് പറഞ്ഞാ പോലെ? അള്ളാഹ് പൊന്തിക്കില്ലേ? ഒരു വാഹനം വേണം, നേരെ അങ്ങ് പൊന്തിപ്പോകില്ലേ? പക്ഷെ ഇവിടെ ടെക്നോളജി പിറവിയെടുക്കും. വാഹനമില്ലാതെ ആകാശത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് കണ്ടുപിടിക്കും. അപ്പോഴൊക്കെ ചർച്ചകൾ വരും. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രത്യേകം ഒരു വാഹനം തയ്യാറാക്കി ആകാശത്തിലേക്ക് പറക്കാൻ. ആ വാഹനത്തിന്റെ പേര് ബുറാഖ് എന്നാണ്. അതിന് ഇന്ധനം ആവശ്യം ഉണ്ടായിരുന്നില്ല, അതിന് ഓക്സിജൻ സിലിണ്ടർ ആവശ്യം ഉണ്ടായിരുന്നില്ല, അതിന് കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇന്ധനം ആവശ്യമില്ലാത്ത നിലക്ക് പോകും. ഇപ്പൊ കണ്ടില്ലേ, പൈലറ്റ് ഇല്ലാത്ത വിമാനം ഇപ്പൊ കണ്ടുപിടിച്ചില്ലേ മോനെ? ഇനി അടുത്ത ഒരു 10 കൊല്ലം കഴിയുമ്പോഴത്തേനും ഇന്ധനമില്ലാത്ത വിമാനം കണ്ടുപിടിക്കും. ഇപ്പൊ പൈലറ്റ് ഇല്ലാത്ത വിമാനം കണ്ടുപിടിച്ചു. ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്ത എവിടെ വേണമെങ്കിൽ പോയിട്ട് മൂപ്പര് നമ്മൾ പറഞ്ഞു കൊടുത്ത് തിരിച്ചു വരും. പണ്ടൊക്കെ പൈലറ്റ് ഡ്രൈവർ ഇല്ലാതെ കാർ ഓടും. അല്ലാ കറാമത്താണെന്ന് പറയും നമ്മള്. പക്ഷെ ഇതൊരു അർത്ഥത്തിൽ കറാമത്തല്ലേ. ഇവ പൈലറ്റ് ഇല്ലാത്ത വിമാനം കണ്ടുപിടിച്ചില്ലേ? അപ്പൊ ഇനി ഇന്ധനം ഇല്ലാത്ത വിമാനം വരും. ബുറാഖിന് ഇന്ധനം ഉണ്ടായിരുന്നില്ല.
ബുറാക്കിന് കോ പൈലറ്റ് ഇല്ല, പൈലറ്റ് ഇല്ല, എഞ്ചിനീയർ ഇല്ല, ടെക്നിക്കൽ പ്രോബ്ലം ഇല്ല. ഏഴാനാകാശത്തിന്റെ അപ്പുറത്തെത്തി ആര്? മലക്കുൽ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമും ബുറാക്കും കൂടി സിദ്റത്തുൽ മുൻതഖ, ദി ലാസ്റ്റ് ചെക്ക് പോയിന്റ്. അവിടെ എത്തിയപ്പോഴല്ലേ പറഞ്ഞത് ഇവിടുന്ന് അങ്ങോട്ട് കടക്കാൻ പറ്റില്ല, ഒരു ചരാചരത്തിനും പ്രവേശനമില്ല. അവിടുന്ന് അങ്ങോട്ട് കടന്ന ഒരേ ഒരു നായകൻ മുഹമ്മദുർ റസൂലുള്ളാഹി. അതൊക്കെ വിശദീകരിച്ചു വരുമ്പോ കാലം കുറെ പിടിക്കും. ഇസ്ലാം മതത്തെ മനസ്സിലാക്കാൻ നമ്മുടെ ചെറിയ ബുദ്ധി പോരാ. അതാണ് ഈ തെറ്റിദ്ധാരണ ഉണ്ടായത്. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഖുർആനിൽ അലിഫ് ലാം മീം ഒരു ആയത്ത് ഇങ്ങനെ കാണാം. നല്ലോണം ശ്രദ്ധിക്കണം മോനെ. ഉറങ്ങല്ല. കാഫ് ഹാ യാ ഐൻ സാദ്. വാട്ട് ഈസ് ദ മീനിങ് കാഫ് ഹാ യാ ഐൻ സാദ്? എന്താ ഇതിന്റെ അർത്ഥം? ഒരൊറ്റ മുസ്ലിയാർക്കും കിട്ടില്ല അത്. നിങ്ങൾ ഏത് കാദി ഖുദാത്തിനെ വിളിച്ച് ചോദിച്ചു നോക്ക്. അലിഫ് ലാം മീം എന്താ ഇതിന്റെ അർത്ഥം? അല്ലാഹു അഅലം. ഇതിന്റെ അർത്ഥം അല്ലാഹുവിന് മാത്രമേ അറിയൂ. ഉമ്മമാരെ നിങ്ങളും കൂടി കേട്ട് പഠിക്കണം. നിങ്ങൾ അലിഫ് ലാം മീം ഓതാറില്ലേ? അതിന്റെ അർത്ഥം അറിയോ? ഓതാറുണ്ടോ? ഓതണം. അലിഫ് ലാം മീം അതിനർത്ഥമുണ്ടോ? അലിഫ് ലാം മീം മൂന്ന് അക്ഷരങ്ങൾ കൊണ്ട് അധ്യായം തുടങ്ങുന്ന ലോകത്തിലെ ആദ്യത്തെ വേദഗ്രന്ഥം ഖുർആന. വേദഗ്രന്ഥമല്ല, ഗ്രന്ഥം തന്നെ ഖുർആന. WWW മൂന്ന് ഡബ്ല്യുന്റെ മുകളിലല്ലേ ആകെ കളിക്കുന്ന കളി. സത്യത്തിൽ ഖുർആൻ നെറ്റ് ആയിക്കൊണ്ട് പറഞ്ഞതാണ്. ഖുർആനിൽ നെറ്റ് പറഞ്ഞതാണ് അലിഫ് ലാം മീം. അൽബക്കറയുടെ പാസ്വേഡാണ് മോനെ അത്. അൽബക്കറ എന്ന് പറയുന്ന വെബ്സൈറ്റിന്റെ പാസ്വേഡാണ് അലിഫ് ലാം മീം. ഇവിടെ ചില വിദ്വാന്മാരുണ്ട്, എല്ലേന്റെ അർത്ഥം കിട്ടണം അവർക്ക്. വെള്ളിയാഴ്ച ഖുതുബ മലയാളത്തിൽ, ഇനി ബാങ്കും മലയാളത്തിൽ, നിസ്കാരം മലയാളത്തിൽ. ബാങ്ക് മലയാളത്തിലായ എന്തെങ്ങനെ പറയണം? അല്ലാഹു വലിയവനാണ്, അല്ലാഹു വലിയവനാണ്. നല്ല രസം ഉണ്ടാവില്ലേ? എന്നാടോ ഈ ഭ്രാന്ത് തുടങ്ങിയെന്ന് ചോദിക്കും. ജമാഅത്തെ ഇസ്ലാമിയുടെ മുജാഹിദിന്റെ വാദം എല്ലാം മലയാളത്തിലാവിടുന്ന. എന്നാ പിന്നെ ബാങ്ക് മലയാളത്തിൽ കൊടുക്കുക. എന്താ ഇവിടുത്തെ അമുസ്ലിങ്ങൾക്ക് അറിയാം എന്താ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എന്തായി പറയണേ? അല്ലാഹു വലിയവനാണ്, അല്ലാഹു വലിയവനാണ്. നിശ്ചയം മുഹമ്മദ് നബി അള്ളാന്റെ റസൂലാണ്. നിസ്കരിക്കാൻ വരേ, നിസ്കരിക്കാൻ വരേ, വിജയത്തിലേക്ക് വരേ, വിജയത്തിലേക്ക് വരേ. നിസ്കാരം ഓർക്കനേക്കാൻ നല്ലതാണ്, നിസ്കാരം ഓർക്കനേക്കാൻ നല്ലതാണ്. ഇത് വിളിച്ചുകൂടിയാ പിറ്റേ ദിവസം പോലീസ് കൊണ്ട് പറഞ്ഞു നിർത്തണം ഈ പുലിവാലി. എന്താ അത്? കിടന്നുറങ്ങാൻ തൊഴിലില്ലാതെ. ജമാഅത്തെ ഇസ്ലാമിയുടെ വാദാണ്. അതെ, ഇങ്ങനെ ബാങ്ക് കൊടുത്താലും പിന്നെ സൗദി അറേബ്യയിൽ ഹജ്ജിന് പോയി നമ്മൾ കൊടുങ്ങില്ലേ? ഇവിടെ ബാങ്ക് മലയാളത്തില്, സൗദിയില് ബാങ്ക് മറ്റോടത്ത്, അമേരിക്കയില് ബാങ്ക് ഇംഗ്ലീഷില്, കർണാടകയില് ബാങ്ക് കർണാടകയില്, ചിലർ തെലുങ്കില്, തമിഴില്. അള്ളാഹ് മക്കത്തെ പള്ളിയിൽ ഒരു ഇമാമില് ചിലർ തമിഴിൽ നിസ്കരിക്കുക, ചിലക്ക് തെലുങ്കിൽ നിസ്കരിക്കുക, ചിലർ കർണാടകത്തിൽ നിസ്കരിക്കുക. എന്താകെ കൺഫ്യൂഷൻ ആയില്ലേ ഇപ്പോ? അപ്പൊ അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞു ഇബാദത്തിന്റെ ഭാഷ അറബിയാവട്ടെ. ഖുർആന്റെ ഭാഷ അറബിയാണ്. ജിബ്രീൽ റസൂലുള്ളാഹിക്ക് വഹി അറിയിച്ചത് അറബിയാണ്. മുഹമ്മദ് നബിക്ക് ഇംഗ്ലീഷ് തിരിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും വാദമുണ്ടോ? മുഹമ്മദ് നബി പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. പക്ഷേ ആദം നബി അലൈഹിസ്സലാമിന് എല്ലാ ഭാഷയും അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്തിരുന്നു. ഇംഗ്ലീഷും അറബിയും തെലുങ്കും കന്നഡയും മറാഠിയും ഒക്കെ ആദം നബിക്ക് അറിയാമായിരുന്നു. വേണ്ടി വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും എല്ലാ വിവരവും എല്ലാ ഭാഷയും അല്ലാഹു അറിവ് നൽകിയിരുന്നു. പക്ഷേ നബിയുടെ ഭാഷ അറബിയാണ്. അതുകൊണ്ട് അറബിയിലാ ഖുർആൻ ഇറങ്ങിയത്, അറബിയിലാ നിസ്കാരമുള്ളത്. അറബിയിൽ നിസ്കരിക്കുന്നതുകൊണ്ട് ഒരാൾക്ക് ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പൊ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോൾ അർത്ഥം അറിയില്ലെങ്കിൽ എല്ലാവർക്കും അറിയാം അത് ബാങ്കാ കൊടുക്കുന്നത്. ഇക്കാമത്ത് കൊടുക്കുമ്പോൾ എല്ലാവർക്കും അറിയാം ഇക്കാമത്താണ്. നിസ്കാരം കണ്ട ഏത് മലയാളിക്കും ഏത് അറബിക്കും ഏത് ആഫ്രിക്കക്കാരനും അമേരിക്കക്കാരനും നമ്മൾ നിസ്കരിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, വന്ന് കൈയ്യട്ടി അവന് നിസ്കരിക്കാൻ അറിയാം. നമ്മൾ തമിഴിലും തെലുങ്കിലും നിസ്കരിക്കാൻ തുടങ്ങിയ ഇംഗ്ലീഷുകാരനും മറ്റവനും അടങ്ങറാവും, മലയാളി മറ്റോടത്തി എന്നാലും അടങ്ങറാവും. നിസ്കാരമൊക്കെ ആകെ ഹബഹുബയാവും. അതുകൊണ്ട് ഈ പരിഷ്കരണവാദികളുടെ വാദം അടിസ്ഥാനരഹിതമാണ്. ഇസ്ലാമിനെ പരിഷ്കരിപ്പിക്കാൻ നോക്കുന്നത് വിഡ്ഢികളുടെ ലക്ഷണം. കാരണം അള്ളാഹിനേക്കാൾ വലിയവൻ ഞാനാണെന്ന അഹംഭാവമാണത്. അള്ളാഹുവിന്റെ മതമാണ് ഇസ്ലാം. ഞാൻ പറഞ്ഞല്ലോ അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ.
അള്ളാഹു ചോദിച്ചില്ലേ ഞാനാ സൃഷ്ടിക്കുന്നത് നിങ്ങളാ സൃഷ്ടിക്കുന്നത് എന്ന്? ആ ചോദിച്ചതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഒരു പുരുഷനും ഒരു സ്ത്രീയും ബന്ധപ്പെട്ടാൽ പുരുഷന്റെ ഒരു തുള്ളി ബീജം സ്ത്രീയുടെ ഗർഭപാത്രമാകുന്ന അണ്ഡത്തിലേക്ക് വിസർജിക്കപ്പെടുമ്പോ ആ ബീജത്തിന്റെ ഉള്ളില് ആയിരക്കണക്കിന് ബീജകോശങ്ങൾ ഉണ്ടാകും. ഒരൊറ്റ ബീജം, ഒരു തുള്ളി ഇന്ദ്രിയ അങ്ങ് വിസർജിക്കപ്പെട്ടാൽ ആയിരക്കണക്കിന് ബീജമാണ് ഗർഭപാത്രത്തിന്റെ ഉള്ളിലേക്ക് ഒഴുകിച്ചെല്ലുന്നത്. ഒരു തുള്ളി ഇന്ദ്രിയത്തില് ഒരൊറ്റ ബീജത്തിന് മാത്രമേ ഗർഭപാത്രത്തിലേക്ക് അണ്ഡത്തിലേക്ക് പ്രവേശനമുള്ളൂ. ഗർഭപാത്രത്തിന്റെ അകത്ത് അണ്ഡത്തിലേക്ക് കടക്കുന്നിടത്ത് ഒരു ചെക്ക് പോസ്റ്റ് വെച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് ബീജങ്ങൾ ഓടി വരുമ്പോ ഒരു ബീജം ആദ്യമായിട്ട് കടക്കുന്ന ഒരു ബീജം അടഞ്ഞാൽ അണ്ഡം അവിടെ വെച്ച് അവസാനിച്ചു, ക്ലോസ്. പിന്നീട് ഒരു ബീജത്തെ സ്വീകരിക്കുകയില്ല. ഈ ഒരു തവളാ പൊട്ടലിന്റെ അത്ര പോകുന്ന ഒരു ചെറിയ അണുവാണ് പിന്നീട് മനുഷ്യനായി രൂപാന്തരപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു പറയാണ് ഈ ബീജത്തിൽ നിന്ന് അണുവായിക്കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി ഇത്ര വലിയ കുഞ്ഞായിക്കൊണ്ട് പ്രസവിക്കപ്പെടുമ്പോ ഇത് സൃഷ്ടിക്കുന്നത് നിങ്ങളാണോ നമ്മളാണോ? അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. അല്ലാഹു വെറുതെ ചോദിച്ചതല്ല. അഅൻതും തസ്റഊനഹു അം നഹ്നുസ് സാരിഊൻ. അല്ലാഹു ഒരു സ്ഥലത്ത് വേറെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളാണോ കൃഷി ചെയ്യുന്നത് നമ്മളാണോ കൃഷി ചെയ്യുന്നത്? അതെന്തേ? നമ്മളല്ലേ കൃഷി ചെയ്യുന്നത്? തെങ്ങ് വെക്കുന്നത് നമ്മള്, കവുങ്ങ് വെക്കുന്നത് നമ്മള്, കൃഷി ഉണ്ടാക്കുന്നത് നമ്മള്. പക്ഷെ അല്ല പറയണു അല്ല, അല്ലയാണ്. നിങ്ങൾ കൃഷി ചെയ്തത് കൊണ്ട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ ഉദാഹരണം, ഞാൻ കേരളത്തിൽ 2 സ്ഥലത്താണ് തെങ്ങ് ഗവേഷണ കേന്ദ്രം കണ്ടത്. ഒന്ന് കായംകുളത്തും ഒന്ന് കാസർഗോഡും. കാസർഗോഡ് 16-17 ഏക്കർ സ്ഥലത്ത് തെങ്ങ് ഗവേഷണ കേന്ദ്രം നിരന്നത്. ഒരു ശാസ്ത്രജ്ഞന്മാരുടെ അളവനുസരിച്ച് അവിടെ കുഴി ഉണ്ടാക്കുന്നത്. ശാസ്ത്രജ്ഞന്മാരെ അളന്നിട്ടാണ് വെള്ളം ഒഴിക്കുന്നത്. ഒരു ദിവസം ഇത്ര ലിറ്റർ വെള്ളം. ശാസ്ത്രജ്ഞന്മാരെ അളന്നിട്ടാണ് വളം കൊടുക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കിയ തെങ്ങിന്റെ മുകളില് തേങ്ങയുണ്ടായപ്പോൾ ആ തെങ്ങിന്റെ മുകളിലും വന്നു മണ്ടരി രോഗം. മണ്ടരി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഗവേഷണം നടത്തുന്ന തെങ്ങ് ഗവേഷണ കേന്ദ്രത്തിലെ തേങ്ങയുടെ മൂട്ടിലേക്ക് നോക്കൂ, മണ്ടരി കാണാം. ശാസ്ത്രജ്ഞന്മാര് കുഴിയെടുത്തതാ, ശാസ്ത്രജ്ഞന്മാര് തേങ്ങ വെച്ചതാ, ശാസ്ത്രജ്ഞന്മാര് വെള്ളം ഒഴിച്ചതാ, ശാസ്ത്രീയമായ വളം കൊടുത്തതാ, ശാസ്ത്രജ്ഞന്മാര് ഊർജം കൊടുത്തതാ. അങ്ങനത്തെ തേങ്ങയുടെ മുകളിലും മണ്ടരി എന്ന് പറയപ്പെടുന്ന തെങ്ങിന്റെ ക്യാൻസർ വന്നു. അല്ലാഹു തആല ചോദിക്കുകയാണ്, അഅൻതും തസ്റഊനഹു അം നഹ്നുസ് സാരിഊൻ. ഞാനാണോ കൃഷി ഇറക്കുന്നത് നിങ്ങളാണോ കൃഷി ഇറക്കുന്നത്? ഞാനതാണ് പറഞ്ഞത്, അള്ളാഹുവിന്റെ മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അതിന്റെ അകത്ത് പറഞ്ഞ ഒരു ആയത്തിലും ഒരു കറപ്ഷൻ വരില്ല, ഖിയാമത്ത് നാൾ വരെ വരില്ല. നോക്കൂ നിങ്ങൾ, 14 നൂറ്റാണ്ട് മുമ്പ് സൂര്യൻ ഒരു ഗ്രഹമാണെന്നും അത് കറങ്ങണുണ്ടെന്നും പറഞ്ഞ വേദഗ്രന്ഥം ലോകത്തുണ്ടോ? ഒരു ഗ്രന്ഥമുണ്ടോ? സൂര്യൻ പടച്ചവനാണെന്ന് വെച്ചതിന് ആരാധിക്കപ്പെട്ട ജനങ്ങളുണ്ടായിരുന്നു. അഗ്നി ദൈവമാണെന്ന് വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ജനങ്ങൾ ഇന്നുമുണ്ട്. ചന്ദ്രൻ ദൈവമാണെന്ന് വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ജനങ്ങളുണ്ടായിരുന്നു. 14 നൂറ്റാണ്ട് മുമ്പേ അള്ളാഹു അവന്റെ ഖുർആനിലൂടെ അറിയിക്കുകയാണ്, വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദകൽ ഉർജൂനിൽ ഖദീം. ജനങ്ങളെ, സൂര്യൻ ദൈവമല്ല, ചന്ദ്രൻ ദൈവമല്ല, വ്യാഴം ദൈവമല്ല, ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹങ്ങളൊന്നും ദൈവമല്ല. ഇതൊക്കെ അല്ലാഹുവിന്റെ ചില സൃഷ്ടിപ്പുകളാണ്, ഗ്രഹങ്ങളാണ്. ഇവകളൊക്കെ നടക്കുകയാണ്. വശംസു തജ്രീ, സൂര്യൻ നടക്കുന്നുണ്ട്, ലിമുസ്തഖറിൻ ലഹാ, അതിന് വെച്ച ഭ്രമണ പദത്തിലൂടെ. വൽ ഖമറ ഖദ്ദർനാഹു മനാസില, ചന്ദ്രനും ഞാൻ ഭ്രമണപഥം പണിതു വെച്ചിട്ടുണ്ട്. സൂര്യനും ചന്ദ്രനും മാത്രമല്ല നടക്കുന്നത്, ഖുർആൻ പറയാണ്, ലോകത്തിലുള്ള കോടാനക്കോടി ഗ്രഹങ്ങളും ഗാലക്സികളും ഒക്കെ ഇരിക്കുകയാണ്. ഇത് 14 നൂറ്റാണ്ട് മുമ്പ് ധൈര്യം കാണിച്ച ഖുർആൻ അല്ലാഹുവിന്റെ കലാമല്ലേ പ്രിയപ്പെട്ടവരെ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇസ്ലാം അല്ലാഹുവിന്റെ മതമാണ്. അത് മനസ്സിലാക്കാൻ ചെറിയ ബുദ്ധി പോരാ, വലിയ ബുദ്ധി വേണം. അത് ആര് പറഞ്ഞതാണ്? ഇസ്ലാം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ നിങ്ങൾ പറഞ്ഞതാ ഇസ്ലാം. അല്ലാതെ ഓ അബ്ദുള്ള
എഴുതുന്നതോ ഓ അബ്ദുറഹ്മാൻ എഴുതിയതോ ഒന്നുമല്ല ഇസ്ലാം മോനെ, ഞാൻ എഴുതിയതും അല്ല എഴുതിയതും അല്ല. ഇന്നത്തെ തേജസ് ദിനപത്രത്തില് ഓ അബ്ദുള്ളയുടെ ഒരു ലേഖനം കണ്ടു. ഇന്നലത്തേല ഒരു കുട്ടി എനിക്കത് കൊണ്ടു വായിച്ചു തന്നു. എനിക്ക് കന്നഡ ഇല്ലാത്തതുകൊണ്ട് വായിക്കാൻ പറ്റിയില്ല. വായിച്ചു കേട്ടപ്പോൾ അത്ഭുതം തോന്നി. മൂപ്പരാരാ? അള്ളാഹിനേക്കാൾ റസൂലിനേക്കാൾ വലിയ പവർ അബ്ദുള്ളക്കാക്കുണ്ട് എന്ന് വാദം മൂപ്പര് ഉന്നയിക്കാൻ. മൂപ്പരിക്ക് തിരിഞ്ഞത് മാത്രമേ ലോകത്തെ തിരിപാടുള്ളൂ. അദ്ദേഹമാരാ മുജ്തഹിദോ? ഓ അബ്ദുള്ള, ഏതെങ്കിലും 4 പേന പിടിച്ച് എഴുതുന്ന പേന പിടിത്തക്കാർക്ക് ദുർവ്യാഖ്യാനം ചെയ്യാവുന്ന മതമല്ല ഇസ്ലാം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് കണ്ടു. ആരെങ്കിലും എന്റെ ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്ത് എന്റെ പേരിൽ ഇല്ലായ്മ കെട്ടിച്ചമച്ചാൽ അവൻ നരകത്തിൽ ഒരു വാസസ്ഥലം ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് ഖാല റസൂലുള്ളാഹി. നമ്മൾ 2 കാര്യമാണ് ഇവിടെ സമർത്ഥിക്കുന്നത്. ഒന്ന് ഇസ്ലാം, അള്ളാഹുവിന്റെ മതം. 2 മുഹമ്മദ് നബി സാധാരണ മനുഷ്യനല്ല. ഇസ്ലാം അള്ളാഹുവിന്റെ മതം, മുഹമ്മദ് നബി സാധാരണ മനുഷ്യനല്ല. അബ്ദുള്ളയുടെ വാദം ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ. ഖുർആൻ പറയുന്നു, നബിയേ, നിങ്ങളെ പോലത്തെ മനുഷ്യൻ തന്നെയാണ് ഞാൻ എന്ന് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുക. പക്ഷെ അല്ലാഹു ഉടനെ പറയിപ്പിച്ചു നബിയെ കൊണ്ട്, യൂഹാ ഇലയ്യ, എന്നിലേക്ക് വഹ്യ് വരുന്നുണ്ടെന്നും കൂടിയും പറഞ്ഞോളൂ. നിങ്ങളെ പോലത്തെ മനുഷ്യൻ തന്നെയാണ് ഞാൻ. എനിക്ക് കണ്ണുണ്ട്, എനിക്ക് മൂക്കുണ്ട്, എനിക്ക് നാക്കുണ്ട്, ഞാൻ സംസാരിക്കുന്നുണ്ട്, ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഞാൻ വിസർജിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ വിസർജിക്കുന്ന പോലെയല്ല, നിങ്ങളുടെ പോലെയല്ല എന്റെ വിസർജനം, നിങ്ങളുടെ പോലെയല്ല എന്റെ സംസാരം, നിങ്ങളുടെ കണ്ണ് പോലെയല്ല എന്റെ കണ്ണ്, നിങ്ങളുടെ ചെവി പോലെയല്ല എന്റെ ചെവി. അല്ലാഹുവിന്റെ റസൂലിന്റെ ചെവിക്ക് വ്യത്യാസമുണ്ട്, കേൾവിക്ക് വ്യത്യാസമുണ്ട്, കാഴ്ചക്ക് വ്യത്യാസമുണ്ട്, സംസാരത്തിന് വ്യത്യാസമുണ്ട്, അവയവങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് യൂഹാ ഇലയ്യ, പ്രവാചകനിലേക്ക് വഹ്യ് വരുന്നുണ്ട്. അത് തന്നെയാണ് മുഹമ്മദ് നബി സാധാരണ മനുഷ്യനല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ്. മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾക്ക് വഹ്യ് വരുന്നുണ്ട്. വഹ്യ് വരുന്ന ആള് സാധാരണക്കാരനാവാൻ പറ്റുമോ? ഉദാഹരണം നിങ്ങൾ നോക്ക്, കൈഫ കാന ബദഉൽ വഹ്യി എന്ന ബുഖാരി എടുത്ത് നോക്ക്, അധ്യായം എടുത്ത് നോക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എങ്ങനെയാ വഹ്യ് വന്നത്? അല്ലാഹുവിന്റെ റസൂലിന് വഹ്യ് വരുമ്പോ മദീനത്തെ പള്ളിയിൽ ഉമർ ബിൻ ഖത്താബ് തൊട്ടടുത്തിരിക്കുന്നുണ്ടാവും, അബൂബക്കർ സിദ്ദീഖ് അതിന്റെ തൊട്ടടുത്തിരിക്കുന്നുണ്ടാവും, അതിന്റെ തൊട്ടപ്പുറത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാനും അലിയാരൊക്കെ ഇരിക്കുന്നുണ്ടാവും. അതിന്റെ ഇടയിലേക്കാണ് ആര് വരുന്നത്? മലക്കുൽ മുഖറബായ മലക്ക് ജിബ്രീൽ. ഒന്ന് ഉറക്കെ പറഞ്ഞ മോനെ, ജിബ്രീൽ അലൈഹിസ്സലാം വരുമ്പോ റസൂലുള്ളാന്റെ ശരീരം അങ്ങ് വിയർപ്പിൽ മുങ്ങാറുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിന് തളർച്ച പറ്റാറുണ്ട്. വഹയിന്റെ കാഠിന്യം സഹിക്കവയ്യാതെ റസൂലുള്ള തളർന്നു പോകാറുണ്ട്. പക്ഷേ ജിബ്രീൽ വരുന്നത് കാണുന്നില്ല, പോണത് കാണുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, ജിബ്രീൽ വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാമോ? അബ്ദുള്ളക്കാക്ക ബുഖാരി ഒന്ന് വായിക്കണം, വിവരല്ലെങ്കിൽ വിവരങ്ങളെ കുറെ കൊണ്ടൊന്ന് വായിപ്പിച്ച് കേൾപ്പിക്കണം കേട്ടോ. അതേ ബുഖാരി പറയുകയാണ്, റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ജിബ്രീൽ എന്ന മലക്കന്റെ അടുത്തേക്ക് വരുന്നത് കസൽസിലത്തിൽ ജറസി, ഒട്ടകത്തിന്റെ കുതിരയുടെ കഴുത്തിൽ കിടക്കുന്ന മണിയില്ലേ, കൊടമണി, ആ കൊടമണി അടിക്കുന്ന പോലെ ഭയങ്കരമായൊരു മണിയടിക്കം ഞാൻ കേൾക്കൂ. പിന്നെ ജിബ്രീലിന്റെ അടുത്തേക്ക് പ്രകാശം പരത്തിക്കൊണ്ട് കടന്നു വരികയാണ്. ഈ ലോകത്ത് സൂര്യനെ വെല്ലുന്ന പ്രകാശമാണ് ജിബ്രീലിന്റെ പ്രകാശം. കൊടമണി അടിക്കുന്ന പോലെ ശബ്ദം ഞാൻ കേൾക്കാറുണ്ട്. പക്ഷേ റസൂലുള്ളാഹിന്റെ തൊട്ടടുത്തിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് ശബ്ദം കേൾക്കണില്ല, അബൂബക്കർ സിദ്ദീഖ് പ്രകാശം കാണുന്നില്ല. തൊട്ടടുത്തിരിക്കുന്ന ഉമറുൽ ഫാറൂഖ് ശബ്ദം കേൾക്കണില്ല, പ്രകാശം കേൾക്കണില്ല. കാരണം എന്താണ്? ഉമർ ബിനുൽ ഖത്താബ് സാധാരണക്കാരനാണ്, അലി ഇബ്നു അബീ താലിബ് സാധാരണക്കാരനാണ്. പ്രവാചകന്റെ കാഴ്ച സാധാരണ കാഴ്ചയല്ല, പ്രവാചകന്റെ ശക്തി സാധാരണ ശക്തിയല്ല, പ്രവാചകന്റെ കണ്ണ് സാധാരണ കണ്ണല്ല. അതല്ലേ റസൂലുള്ള പറഞ്ഞത്, എനിക്ക് മുന്നിലുള്ളതുപോലെ 2 കണ്ണ് പിന്നിലും ഉണ്ടെന്ന് ഖാല റസൂലുള്ളാഹി. കണ്ടില്ലേ, ഖൈബർ യുദ്ധത്തിന് വേണ്ടി റസൂലുള്ള കിടങ്ങു കയറുന്ന സമയത്ത് സൈനബ് എന്ന് പറയുന്ന പെണ്ണ് റസൂലുള്ളാഹിനെ ചതിക്കാൻ പുറപ്പെട്ട കഥ അറിയാലോ. പൊരിച്ച ആടുമാംസത്തിൽ വിഷം കലർത്തിക്കൊണ്ട് സൈനബ് റസൂലുള്ളാഹിനെ കൊല്ലാൻ തീരുമാനിച്ചു. ആടുമാംസം പൊരിച്ചിട്ടതിൽ വിഷം തേച്ചുകൊണ്ട് ഖൈബർ യുദ്ധത്തിന് വേണ്ടി കിടങ്ങു കയറുന്ന സ്വഹാബത്ത് പരവശരായി നിൽക്കുമ്പോ
സൈനബ് എന്ന പെണ്ണ് റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു സദ്യ കൊടുക്കുകയാണ്. ആടുമാംസം ഇങ്ങനെ പൊരിച്ചു വെച്ചിരിക്കുകയാണ്. സഹാബത്ത് എന്ന് റസൂലുള്ള ചെന്നിരിക്കുമ്പോഴേക്കും വിശപ്പറിയാത്ത സ്വഹാബത്ത് ചിലരൊക്കെ കഴിക്കാൻ തുടങ്ങിയിരുന്നു. കഷ്ടം. ബഹുമാനപ്പെട്ട ബിശ്ർ റളിയല്ലാഹു തആല അൻഹു ഒരു കഷ്ടം ആടെടുത്ത് വായിൽ വെച്ചങ്ങ് കടിച്ച് ചവച്ചു തിന്നു. ചെന്നപ്പോഴേക്കും വിഷം അകത്ത് ചെന്നു. തല കറങ്ങി വീണുപോയി ബിശ്ർ. അല്ലാഹുവിന്റെ റസൂൽ ഒരു കഷ്ടം ആടിന്റെ കഷ്ടം വായിലേക്ക് അങ്ങ് വെച്ചപ്പോ ആടിന്റെ കറ്റം റസൂലുള്ളാഹിനെ വിളിച്ചു പറയാണ്, അള്ളാന്റെ റസൂലേ, അങ്ങ് തിന്നു പോകരുത്, അങ്ങ് ആ കഷ്ണം തിന്നരുത് നബിയേ, എന്റെ മാംസത്തിൽ വിഷം കലർത്തിയിട്ടുണ്ടെന്ന് റസൂലുള്ളാഹിന്റെ കയ്യിലിരിക്കുന്ന ചത്താടങ്ങ് സംസാരിച്ചപ്പോഴേക്കും ബിശ്ർ റളിയല്ലാഹു അൻഹു വീണ് നിലംപതിച്ച് മരണപ്പെട്ട് ഷഹീദായി പോയി. 14ഓളം സഹാബത്തിന് വിഷമേറ്റുപോയി. അള്ളാന്റെ റസൂല് മരിക്കാൻ കിടക്കുന്ന സമയത്ത് പോലും ആയിഷയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് പറഞ്ഞില്ലേ, ഖൈബറിലെ സൈനബ് എന്ന് പറയുന്ന പെണ്ണ് പൊരിച്ചാട് മാംസത്തിൽ വിഷം കലർത്തി തന്നത് എനിക്കിപ്പോ അതിന്റെ വേദന വരുന്നുണ്ടല്ലോ. അന്നത്തെ പൊരിച്ചാട് മാംസത്തിൽ എനിക്ക് തന്ന വിഷത്തിന്റെ വേദന ഞാനിപ്പോ അനുഭവിക്കുന്നുണ്ടല്ലോ എന്ന് മരണവേദനയുടെ സമയത്ത് അള്ളാഹുവിന്റെ റസൂല് വിളിച്ചു പറഞ്ഞിരുന്നതായി ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. മുഹമ്മദ് നബി സാധാരണ മനുഷ്യനാണോ? നമ്മൾ തീരുമാനിച്ചാൽ മതി. യൂഹായിലയ്യ എന്ന് പറഞ്ഞ വാക്കിന് വല്ലാത്ത അർത്ഥമുണ്ട് മോനെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനല്ല, അസാധാരണ വ്യക്തിത്വമുള്ള ആളാണ്. അസാധാരണമായി എല്ലാം അസാധാരണ. നമുക്ക് ചോദിക്കാം, മുഹമ്മദ് നബിയുടെ ഈ തേജസ്സില് കൊടുത്ത ഇതില് അബ്ദുള്ളക്ക പറയണത് മുഹമ്മദ് നബിയുടെ മൂത്രവും കാഷ്ടവും എന്തേ സഹാബത്ത് സൂക്ഷിച്ചു വെക്കാഞ്ഞെന്ന്. ആര് പറഞ്ഞു സൂക്ഷിച്ചു വെക്കാൻ നോക്കിയില്ല എന്ന്? അബ്ദുള്ളാട്. മൂപ്പർക്ക് പറ്റിയ പണി ഇവിടെ അല്ല, വേറെ കശാപ്പുശാലയിലെ ഇടപാടാ. ഇസ്ലാമിലെ കാര്യം പറയാ അബ്ദുള്ള പോരാ. മാതൃഭൂമിയിലും ദേശാഭിമാനിയിലും കേരള കൗമുദിയിലും മാധ്യമത്തിലും 2 ലേഖനമെഴുതിയെ പോരിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നാൽ അബദ്ധം മെനഞ്ഞു പോകും അബ്ദുള്ള സാഹിബ്. സൂക്ഷിച്ചു കളിക്കണം ഇസ്ലാമിനോട്. അള്ളാഹുവിന്റെ റസൂലിന്റെ മലവും മൂത്രവും സൂക്ഷിച്ചു വെക്കാൻ സഹാബത്ത് ശ്രമം നടത്തിയിട്ടുണ്ട്. മിസ്റ്റർ അബ്ദുള്ള, നിങ്ങൾ മിഷ്കാത്ത് ഓതി പഠിക്ക്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നോക്ക്. 14 കൊല്ലം അള്ളാഹുവിന്റെ റസൂലിന് ഖിദ്മത്ത് ചെയ്ത അനസ് തങ്ങൾ പറയാൻ, എനിക്ക് ജീവിതത്തിൽ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു റസൂലുള്ളാഹിന്റെ കാട്ടം ഒന്ന് കാണണമെന്ന്, റസൂലുള്ളാഹിന്റെ മൂത്രം ഒന്ന് കാണണമെന്ന്. എന്തിനാത്? അബ്ദുള്ള വിചാരിക്കുന്ന ദ്വയാർത്ഥത്തിന് വേണ്ടിയല്ല, അബ്ദുള്ള വിചാരിക്കുന്ന അർത്ഥത്തിന് വേണ്ടിയല്ല. മുഹമ്മദ് നബിനെ പഠിക്കുകയായിരുന്നു സഹാബത്ത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഓരോ ചലനങ്ങളും പഠിക്കുക. ഓരോ ചലനങ്ങളും സഹാബത്ത് രേഖപ്പെടുത്തി. എത്രത്തോളം? അള്ളാഹുവിന്റെ റസൂല് വഫാത്താകുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ താടിയുടെ മുകളില് എത്ര മുടി നരച്ചിട്ടുണ്ട് സഹാബത്ത് എഴുതി വെച്ചു. റസൂലുള്ളാഹി വഫാത്താകുമ്പോഴേ അള്ളാഹിന്റെ റസൂലിന്റെ താടി രോമം എത്ര നരച്ചിട്ടുണ്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. അത് ഏതെങ്കിലും അനുയായികളുടെ എഴുതി വെച്ചിട്ടുണ്ടോ ഇവിടെ? അബ്ദുള്ള മനസ്സിലാക്കിയ ഇസ്ലാമല്ല യഥാർത്ഥ ഇസ്ലാം. അബ്ദുള്ള അമ്പലത്തിന്റെ മൂലയെ കടിച്ചുള്ളൂ, അമ്പലം വിഴുങ്ങിയിട്ടില്ല. പണ്ടൊരാൾ വിളിച്ചു പറഞ്ഞല്ലോ, ഞാൻ അമ്പലം വിഴുങ്ങിയേന്ന്. മസ്മരിച്ച കാണിച്ചത് അമ്പലത്തിന്റെ ഒരു മൂല പോയി കടിച്ചിട്ട്. അവ തെങ്ങിന്റെ മുകളിൽ ഇരിക്കുന്ന ഒരു ചെത്തുകാരൻ പറഞ്ഞു, ഞാൻ ഇവിടെ ഇരുന്ന് കാലുണ്ട്, മൂപ്പര് അമ്പലത്തിന്റെ മൂലയെ കടിച്ചിട്ടുള്ളൂ. അതുപോലെ മൂപ്പര് മൂല കടിച്ചിട്ട് ഇസ്ലാം വിഴുങ്ങി എന്ന അർത്ഥത്തില് മൂപ്പര് മുജിദ്ദിദും മുജിത്തഹിദും ഒക്കെ ആകാൻ നോക്കുക. ആകാമായിരുന്നു. പഠിക്കോ നിങ്ങൾ, പഠിക്കോ നിങ്ങൾ. എന്നിട്ടാവൂ നിങ്ങൾ പഠിക്കാതെ വിഡ്ഢിത്തം പുലമ്പിത്തരം വിളിച്ചു കൂവരുത്. ആരുടെ പേരിലാ അബ്ദുള്ള പറയുന്നത് എന്ന് നോക്കണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 14 കൊല്ലം റസൂലുള്ളാഹിക്ക് ഖിദ്മത്ത് ചെയ്ത അനസ് റളിയല്ലാഹു അൻഹു പറയാ, എനിക്ക് റസൂലുള്ളാഹിന്റെ മൂത്രം ഒന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായി. നബിയുടെ മൂത്രവും കാഷ്ടവും. സാധാരണ വ്യക്തിയാണല്ലോ നബി, സഹാബത്ത് മനസ്സിലാക്കിയതല്ലേ. അതിന് ചരിത്രം വേറെയും വരുന്നുണ്ട്. അപ്പൊ അനസ് തങ്ങൾ പറയാണ്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ യാത്ര ചെയ്യുന്ന സമയം അല്ലാഹുവിന്റെ റസൂലിന്റെ പിറകിൽ കൂടി ഞാൻ മലമൂത്ര വിസർജനത്തിന്റെ സമയമായപ്പോൾ ഒരു ഈത്തപ്പനയുടെ മറവിൽ നബി തങ്ങൾ വിശ്രമിക്കാനിരുന്നു. മലമൂത്ര വിസർജനത്തിന് വിസർജനമൊക്കെ കഴിഞ്ഞപ്പോ റസൂലുള്ളാഹി അനസിനെ വിളിച്ചു, അനസേ, തോൽപാത്രത്തിൽ നിറച്ചു വെള്ളമുണ്ട്, കുറച്ചു വെള്ളം കൊണ്ടുവാ എനിക്ക് മനഘോരത്തിന് വേണ്ടി. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന് മനഘോരത്തിന് വേണ്ടി കുറച്ച് തോൽപാത്രത്തിൽ വെള്ളം കൊണ്ടുചെന്നു.
മനഘോരം കഴിഞ്ഞ് നബി തങ്ങൾ അങ്ങ് എഴുന്നേറ്റ് പോയപ്പോൾ ഞാൻ റസൂലുള്ള കാട്ടിച്ച ഭൂമിയിലേക്കൊന്ന് നോക്കി അത്യാഗ്രഹത്തോടെ, റസൂലുള്ള മൂത്രിച്ച ഭൂമിയിലേക്കൊന്ന് നോക്കി അത്യാഗ്രഹത്തോടെ. റസൂലുള്ളാന്റെ മൂത്രത്തെ സംബന്ധിച്ച് അനുസൃതങ്ങൾ പറയാണ്, ഭൂമി 2 കഷ്ടമായി പിളർന്നു. അവിടെ നബി തങ്ങളുടെ കാഷ്ടവും മൂത്രവും ഒരാൾക്കും കാണാൻ പറ്റാത്ത നിലക്ക് ഭൂമി കബറടക്കം നടത്തി. വലദതുഹു മഖ്തൂനൻ വമക്ഹൂലൽ കമാ ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദൂ. മങ്കൂസ് മൗലിദിൽ പറഞ്ഞത് എന്താണ്? അള്ളാഹുവിന്റെ റസൂലിനെ പ്രസവിക്കുമ്പോഴേ ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ വയറ്റിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂല് പുറത്തേക്ക് വരുമ്പോ തന്നെ വലദത്തുഹു മഖ്തൂനൻ, ജനനേന്ദ്രിയത്തിന്റെ തലപ്പ് ഛേദിച്ച് സുന്നത്ത് കഴിഞ്ഞിരുന്നു. വമക്ഹൂലൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ 2 കണ്ണിലും സുറുമ എഴുതപ്പെട്ടിരുന്നു. എന്താണ് അതിന്റെ കാരണം? ഭൂമിയിൽ അള്ളാഹിന്റെ റസൂലിന്റെ നഗ്നതയുള്ള ഔറത്ത് ഒരാളുടെ കൈകൊണ്ട് തൊടിയിക്കുന്നത് റസൂലുള്ളാഹിക്ക് പൊരുത്തമല്ല. അതുകൊണ്ടാണ് 17കാരത്തിയായ ആയിഷ ബീവി പറഞ്ഞത് കണ്ടോ, അള്ളാന്റെ റസൂലും ഞാനും കൂടി 9ാമത്തെ വയസ്സ് മുതൽ റസൂലുള്ളാന്റെ കൂടെ ജീവിച്ചു. 7ാമത്തെ വയസ്സ് മുതൽ ഭാര്യ പദവി കിട്ടി. 9ാമത്തെ വയസ്സ് മുതൽ റസൂലുള്ളാന്റെ കൂടെ ജീവിച്ചു. 17 വയസ്സ് ആയിഷക്കുള്ളപ്പോ അള്ളാന്റെ റസൂല് മരണപ്പെട്ടു പോയി. ആയിഷ പറയാണ്, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നാണമുള്ള ആള് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ തങ്ങളാണ്. കാരണം ഒരിക്കൽ പോലും മുഹമ്മദുർ റസൂലുള്ളാഹ് എന്റെ ഔറത്ത് കണ്ടിട്ടില്ല. ഞാനും മുഹമ്മദ് നബിയുടെ ഔറത്ത് കണ്ടിട്ടില്ല. ആരാ പറയുന്നത്? ഭാര്യ. ഒരു ഭാര്യക്ക് ഭർത്താവിന്റെ എല്ലാം കാണാം, ഒരു ഭർത്താവിന് ഭാര്യയുടെ എല്ലതും ആവാം. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ഹുന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ ലഹും. സ്ത്രീ പുരുഷൻ ഭാര്യ ഭർത്താവിന്റെ വസ്ത്രവും ഭർത്താവ് ഭാര്യയുടെ വസ്ത്രവുമാണ്. കാരണം അവരുടെ ഇടയിൽ ഒന്നും മറയേണ്ടതില്ല എന്നർത്ഥം. പക്ഷേ റസൂലുള്ളാന്റെ നാണം വല്ലാത്ത നാണ. ആയിഷയുടെ ഔറത്ത് ഒരിക്കൽ പോലും റസൂലുള്ളാ നോക്കിയിട്ടില്ല. ആയിഷ ബീവി പറയാണ്, അങ്ങനത്തെ റസൂലുള്ളാന്റെ ഔറത്ത് എനിക്കും നോക്കാൻ ലജ്ജ. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ ആ മുഹമ്മദ് നബിനെ പറ്റി ആ സ്ത്രീ ലംബടൻ എന്ന് എഴുതി വിട്ടത്. ആ മുഹമ്മദ് നബിനെ പറ്റിയാണ് സൽമാൻ റുഷ്ദി സാത്തനിക് ബൈസസ് എന്ന് പറഞ്ഞ പുസ്തകത്തില് മൊഹണ്ട എന്ന് എഴുതി വിട്ടത്. ചിന്തിക്കണം വിമർശകന്മാരെ, ഇസ്ലാമിനെ പറ്റി ആധികാരികമായി പഠിക്കണം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ മലവും മൂത്രവും എനിക്ക് കാണാൻ പറ്റിയില്ല. എന്നാ ഉമ്മു സുലൈമ ബീവി പറയുന്നതോ, റസൂലുള്ള ഇടക്കിടക്ക് എന്റെ വീട്ടിലേക്ക് കിടക്കാൻ വരാറുണ്ട്. റസൂലുള്ള വരുമ്പോ ഞാൻ റസൂലുള്ളാഹിക്ക് എന്തെങ്കിലും ഹദിയ കൊടുക്കാറുണ്ട്. പാല്. റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു ആഹാര പാല്. റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടമുള്ള മറ്റൊരാകാര തേന്. റസൂലുള്ളാഹിക്ക് ഇഷ്ടമുള്ള പുഷ്പമായിരുന്നു റൈഹാൻ. ഇത് 3ഉം ആരെങ്കിലും നിങ്ങൾക്ക് ഹദിയ ചെന്നാൽ അത് മടക്കാൻ പാടില്ലെന്ന് കാല റസൂലുള്ളാഹി. ഒരാൾ റൈഹാൻ പുഷ്പം തന്നു, ഇതൊന്നും എനിക്ക് വേണ്ടടോ, കൊണ്ടകടാന്ന് പറയണ്ട, അത് വാങ്ങിച്ചോ. ഒരാൾ ഒരു ഗ്ലാസ് പാല് കുടിക്കാൻ തന്ന കൊളസ്ട്രോളും ഷുഗറും പ്രഷറും ഒന്നും ഇല്ലെങ്കിൽ കുടിച്ചോ, അതുള്ളത് കുടിക്കണ്ട കേട്ടോ, അതില്ലാത്തോളത്ത് കുടിച്ചോ. ഇനി പാല് കുറച്ചൊക്കെ കുടിച്ച് ചായ കൂട്ടി കുടിച്ചാലും കൊളസ്ട്രോൾ കൂടുകയൊന്നുമില്ല. അതിന്റെ മുകളിലെ കൊഴുപ്പ് അങ്ങനെ നീക്കിയാൽ മതി. റസൂലുള്ളാഹിക്ക് ഇഷ്ടമുണ്ടായിരുന്ന സാധനമാണ് പാല്. റസൂലുള്ള കഴിച്ചിരുന്ന പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളൊന്നാണ് തേന്. സഫിയ ബീവിയുടെ അടുത്ത് ചെല്ലുമ്പോൾ റസൂലുള്ളാഹിക്ക് ഡെയിലി തേൻ കൊടുക്കുമായിരുന്നു എന്നാ പറഞ്ഞത്. റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടമായിരുന്നു തേന്. ആവട്ടെ, അള്ളാന്റെ റസൂൽ ഉമ്മു സുലൈമ ബീബി പറയാണ്, ഞാൻ അള്ളാന്റെ റസൂലിന്റെ വീട്ടിൽ വന്ന് കിടക്കുമ്പോ റസൂലുള്ളാന്റെ വിയർപ്പെടുത്ത് കൊണ്ടുപോയി ഞാനൊരു കുപ്പിയിൽ ഇങ്ങനെ നിറക്കുകയാണ്. വിയർപ്പ് കൊണ്ടുപോയി കുപ്പിയിൽ നിറക്കുകയാണ്. അള്ളാന്റെ റസൂല് ചോദിച്ചു, യാ ഉമ്മ സുലൈം, എന്തിനാ നീ എന്റെ വിയർപ്പെടുത്ത് കൊണ്ട് കുപ്പിയിൽ നിറക്കുന്നത്? റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചപ്പോ ഉമ്മു സുലൈമാന്റെ മറുപടി എന്താണെന്നറിയോ? നബിയേ, എന്റെ കുഞ്ഞുമക്കൾക്ക് വയറുവേദന വന്നാൽ അങ്ങയുടെ വിയർപ്പ് കൊണ്ടുപോയി പച്ചവെള്ളത്തിൽ കലക്കി കുടിക്കാൻ ഉമ്മു സുലൈമാ ബീബിക്ക് ഭ്രാന്താണെന്ന് പറയാൻ ഓ അബ്ദുല്ലാക്ക് നാവുറക്കുമോ?
പോട്ടെ, ഉമ്മു സുലൈമാക്ക് ഭ്രാന്താണെങ്കിൽ റസൂലുള്ളാഹിക്ക് പറയായിരുന്നില്ലേ, ഉമ്മ സുലൈമാ എന്റെ വിയർപ്പ് ഒരു സാധാരണ മനുഷ്യന്റെ വിയർപ്പ് കലക്കി കുടിക്കേ, ഒരു സാധാരണ മനുഷ്യന്റെ വിയർപ്പ് അത്തറുണ്ടാക്കേ, ഒരു സാധാരണ മനുഷ്യനായി എന്റെ വിയർപ്പ് എന്തിനാ കുപ്പിയിലാക്കുന്നത്, ചെയ്യരുത് എന്ന് പറയാൻ റസൂലുള്ളാഹിക്ക് എന്താ പേടിയുണ്ടോ? പറയേണ്ടടുത്ത് റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അന്ധവിശ്വാസം പറഞ്ഞിടത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം ഞാൻ പറഞ്ഞു തരാ. റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട മകനായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു എന്ന കുട്ടി മരിച്ചപ്പോ മാരിയത്തുൽ ഖബ്തിയ എന്ന ഭാര്യയിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിനെ ജനിച്ച കുട്ടിയാണ് ഇബ്രാഹിം. ആ കുട്ടി അങ്ങ് മരിച്ചപ്പോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് പെട്ടെന്ന് അവിടെ സൂര്യഗ്രഹണമുണ്ടായി. ഇബ്രാഹിം റളിയല്ലാഹു അൻഹു എന്ന കുട്ടി അങ്ങ് വഫാത്തായിട്ട് റസൂലുള്ളാഹി മയ്യിത്ത് ഖബറിലിറക്കുമ്പോ അവിടെ സൂര്യഗ്രഹണം സംഭവിച്ചു. ഉടനെ സഹാബത്തിന്റെ കൂട്ടത്തിൽ കുറച്ച് സഹാബത്ത് പറഞ്ഞു, കണ്ടോ അല്ലാഹുവിന്റെ റസൂലിന്റെ കുട്ടി മരിച്ചത് കൊണ്ടാണ് ഈ സൂര്യഗ്രഹണം ഇപ്പണ്ടായത് എന്ന് പറഞ്ഞു. ഇതാര് കേട്ടു? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. മോനെ മുഹമ്മദ് മുസ്തഫ. നബിദിന സമ്മേളനത്തിൽ കിട്ടേണ്ടത്, അങ്ങോട്ട് കൊടുക്കേണ്ടത്, വാങ്ങേണ്ടതും പൂജി സലാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് കേട്ടു. ഏത്? ഇബ്രാഹിം എന്ന കുട്ടി മരിച്ചത് കൊണ്ടാ സൂര്യഗ്രഹണം ഉണ്ടായത്. ഇത് കേട്ട അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു പോയി, അല്ല അല്ല, ഞാൻ മരിച്ചത് കൊണ്ടോ നിങ്ങൾ മരിച്ചത് കൊണ്ടോ എന്റെ മകൻ മരിച്ചത് കൊണ്ടോ സൂര്യഗ്രഹണം ഉണ്ടാവില്ല. സൂര്യന്റെയും ചന്ദ്രന്റെയും ചില കറക്കത്തിന്റെ ഫലമായി, ഭൂമിയുടെ കറക്കത്തിന്റെ ഫലമായി ഉണ്ടാകുന്നതാണ് സൂര്യഗ്രഹണം. അത് മരിച്ചതിന്റെ പേരിൽ കെട്ടിവെക്കല് അന്ധവിശ്വാസമാണ്. അത് പറയാൻ കഴിവുള്ള റസൂലുള്ളാഹിക്ക് തന്റെ സ്വന്തം ശരീരത്തിൽ വിയർപ്പെടുത്തിട്ട് ഉമ്മു സുലൈമ മക്കൾക്ക് കലക്കി കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ, സെന്റില്ലെങ്കിൽ എന്റെ മക്കളുടെ മുഖ പുറത്ത് റസൂലുള്ളാഹിന്റെ വിയർപ്പ് തേക്കുമെന്ന് പറഞ്ഞപ്പോ മുഹമ്മദ് നബിക്ക് വിവരമില്ലാഞ്ഞിട്ടാണോ അബ്ദുള്ള ഉണ്ടാതിരുന്നത്? ചരിത്രം പഠിക്കണം. ആയിഷ ബീവിയുടെ ഖദ്ദാമയായ ഒരു പെണ്ണുണ്ടായിരുന്നു. ഖദ്ദാമ. ഗദ്ദാമ എന്ന് പറഞ്ഞ സിനിമയല്ല പറയണത്, ഖദ്ദാമ. ഗദ്ദാമ ഖാദിമത്ത്, ഭൃത്യ. ആയിഷ ബീവിക്ക് ഖിദ്മത്ത് എടുക്കാൻ ഒരു പെണ്ണുണ്ടായിരുന്നു, ഭൃത്യ, ഒരു വേലക്കാരത്തി. അവൾ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് രാത്രി മൂത്രമൊഴിച്ചു വെക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. ഇന്നത്തെ പോലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്നും ഇല്ലല്ലോ. നബിയുടെ വീട് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴേ ലളിതമായ വീട്. നബിയുടെ വീട് ഒരു ചെറിയൊരു ഓലപ്പുര, അതിന്റെ അകത്തൊരു അടുക്കള, ഒരു ബെഡ്റൂം, ഒരു ഈത്തപ്പനയുടെ ഓല കൊണ്ട് മറച്ചു വെക്കുന്ന ഒരു വാതില്, അതിൽ റസൂലുള്ള കിടക്കുന്ന കട്ടില് ചൂടി കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ ഒരു കട്ടല്, അതില് ലീഫ് എന്ന് പറയുന്ന ഈത്തപ്പനയുടെ ഇല കുത്തിപ്പി ചതച്ചുണ്ടാക്കി വെക്കുന്ന തലയണ, ഒരു രാജാവ് റസൂലുള്ളാഹിക്ക് കൊടുത്തയച്ച ഒരു കമ്പിളിപ്പുതപ്പ്. ഇതാണ് റസൂലുള്ളാഹിന്റെ ബെഡ്റൂം വിശേഷം കേട്ടോ മോനെ. ആ ഈത്തപ്പനയുടെ ലീഫ് എന്ന് പറയുന്ന തലയണയും കമ്പിളിപ്പുതപ്പും ചൂടി കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ കട്ടിലിന്റെ മുകളിലാണ് ആയിഷ ബീവിയും റസൂലുള്ളാഹിയും കൂടി കിടന്നുറങ്ങാറുള്ളത്. കണ്ടോ നിങ്ങള്? ആ ആയിഷ ബീവിയും റസൂലുള്ളാഹിയും തമ്മിൽ കിടന്നുറങ്ങാറുള്ളത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ലോകത്തെ ഏറ്റവും അധികം ലളിത ജീവിതം നയിച്ച മഹാനായിരുന്നു. ലളിത ജീവിതം. അല്ലാഹുവിന്റെ റസൂൽ ലോകത്തെ ഏറ്റവും അധികം ലളിത ജീവിതം നയിച്ച മഹാനായിരുന്നു. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സാധാരണ മനുഷ്യനാണെന്ന് പറയാൻ ആർക്കാണ് സാധിക്കുക? പ്രിയപ്പെട്ടവരെ, കേവലം ഒരു സാധാരണ മനുഷ്യനാണോ മുഹമ്മദ് നബി? എത്ര എത്ര തെളിവുകൾ നമുക്ക് വീണ്ടും നിരത്താം. പറഞ്ഞില്ലേ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടില് ഒരു വൃദ്ധയായ പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണ് ഒരു ദിവസം റസൂലുള്ളാഹി മൂത്രമൊഴിച്ച് പാത്രം രാത്രി മൂത്രമൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകര് ഉറങ്ങുന്ന സമയം ഈ ആയിഷയുടെ വൃത്തിയായ പെണ്ണിന് അസഹനീയമായ വയറുവേദന. അവള് നോക്കിയപ്പോ പ്രവാചകന്റെ മൂത്രമൊഴിച്ചു വെച്ച പാത്രം എടുത്ത് കുടിച്ചു. അവള് പ്രവാചകന്റെ മൂത്രമാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാ കുടിച്ചത്. അവളുടെ വയറുവേദന നിന്നുപോയി. നേരം വെളുത്തപ്പോ റസൂലുള്ളാഹിനോട് വന്നിട്ട് പറഞ്ഞു, നബിയേ, ഞാൻ ഇങ്ങനെ ഒരു അബദ്ധം ചെയ്തു പോയിട്ടുണ്ട്, എനിക്ക് മാപ്പാക്കണേ. ആ പെണ്ണിനോട് റസൂലുള്ളാഹി വിളിച്ചു പറഞ്ഞത്, നിന്റെ വയറുവേദന മാത്രമല്ല മാറിയത്, നിന്റെ ശരീരം നരകത്തുനിന്ന് ഇത്കാക്കപ്പെട്ടു. പ്രവാചകന്റെ അവശിഷ്ടം നിന്റെ വയറ്റിൽ കടന്നതുകൊണ്ട് നരകത്തുനിന്ന് ഇത്കാക്കപ്പെട്ടു. സാധാരണ മനുഷ്യനല്ല മുഹമ്മദ് നബി. സ്വഹാബത്ത് മനസ്സിലാക്കിയതാ. വിയർപ്പ്. ഇനി മുടിയോ? ഇപ്പൊ മർക്കസിലുള്ള മുടിക്ക് സനത് ഉണ്ടോ ഇല്ല എന്നാണ് ഇപ്പൊ അബ്ദുള്ളാക്ക് അറിയേണ്ടത്.
അതിന് തേജസ്സിൽ ലേഖനം എഴുതിയിട്ട് കാര്യമുണ്ടോ? തലേ ചൊറിയുമ്പോ പുറം മാന്തിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പൊ മർക്കസിലുള്ള മുടിക്ക് സനതുണ്ടോ എന്നറിയാൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ശൈഖുനാനെ കണ്ട് ഒന്ന് ചോദിക്കാൻ മിസ്റ്റർ അബ്ദുള്ള തയ്യാറുണ്ടെങ്കിൽ സനത് തരാം. പക്ഷേ ഈ ജമാഅത്തെ ഇസ്ലാമിന്ന് മടങ്ങി സുന്നിയാകാൻ തയ്യാറുണ്ടോ? സുന്നിയാകണം. ഇതൊക്കെ കണ്ടിട്ടും പിന്നെ അബൂജാഹിൽ മുസ്ലിം ആകാത്ത പോലെ ആകരുത്. അബൂജാഹിൽ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ബദർ യുദ്ധത്തില് അബ്ദുല്ലാഹി ബിൻ മസൂദ് റളിയല്ലാഹു അൻഹു കൊല്ലാൻ ചെന്നു. ചരിത്രം ചുരുക്കി പറയാ. അപ്പൊ അബൂജാഹിൽ ഇങ്ങനെ കെട്ടിക്കുകയാണല്ലോ, മീകായിൽ എന്ന മലക്കിന്റെ കുത്തുകൊണ്ടിട്ട് നീക്കാൻ വയ്യാതെ കിടക്കുക, മലായിക്കത്തിന്റെ ഏറും കുത്തും കൊണ്ടിട്ട്. അപ്പോഴാ പറഞ്ഞത് അബൂജാഹിൽ അബ്ദുല്ലാഹി ബിൻ മസൂദ് ആണെങ്കിൽ ചെറിയൊരു സഹാബിയ, കയ്യിലാണെങ്കിൽ ഒരു പൊട്ടിയ വാള, പകുതി വാളുള്ളൂ, അതായിട്ടാ ചെല്ലണത്. അബൂജാഹിൽ ചെന്ന വയ്ക്കാനെ പറഞ്ഞ, എടാ അബ്ദുള്ള, നീ എന്നെ കൊന്നോ, പക്ഷെ എന്റെ കയ്യിലുള്ള മൂർച്ചയില്ലാത്ത വാളുകൊണ്ട് എന്റെ കഴുത്ത് വെട്ടരുത്. പകരം എന്റെ അരയിൽ കിടക്കുന്ന സ്വർണത്തിന്റെ പിടിയില്ല മനോഹരമായ പിടിവാള്, അതുകൊണ്ട് എന്റെ കഴുത്ത് പെട്ടെന്ന് മുറിക്കണം. അപ്പൊ അബ്ദുല്ലാഹി ബിൻ മസൂദ് തങ്ങൾ ചോദിച്ചു, നമുക്കൊരു കോംപ്രമൈസ് ആയിക്കൂടെ? അവസാന ഘട്ടത്തിൽ ഇസ്ലാം കാരുണ്യത്തിന്റെ മത, കൊല്ലാൻ പഠിപ്പിക്കണ മതമല്ല. അബ്ദുല്ലാഹി ബിൻ മസൂദ് പറഞ്ഞു, കൊല്ലണോ നിന്നെ? ഞാൻ കൊല്ലണം. അള്ളാന്റെ റസൂലിന്റെ ശിഷ്യനായ അബ്ദുല്ലാഹി ബിൻ മസൂദ് തങ്ങൾ ചോദിച്ചു, അബൂജാഹിലെ, ഈ മുഹമ്മദ് നബിനെ പറ്റി നിന്റെ അഭിപ്രായം എന്താ വെച്ചു? അബൂജാഹിൽ പറഞ്ഞ എന്താണെന്നറിയോ? നുണ പറയില്ല, കള്ളുടിക്കില്ല, വ്യഭിചരിക്കില്ല, കള്ളസത്യം പറയില്ല, ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമ. ഇത്രയ്ക്ക് ആയപ്പോ അബ്ദുല്ലാഹി ബിൻ മസൂദ് പറഞ്ഞു, എന്നാ പിന്നെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞൂടെ എന്ന് പറഞ്ഞു. കൂട്ടനെ പറഞ്ഞു, അവിടെ എത്തുമ്പോ മാത്രം പറഞ്ഞു, തട്ടുമാറി, അത് പറ്റില്ല. അതെന്താ കാരണം എന്ന് ചോദിച്ചു. അപ്പോഴാണ് കിബിർ വെളിവായത്. അവൻ പറയാ, തലരിക്കുമ്പോ വാലാടുക, ഞാനിരിക്കുമ്പോ മുഹമ്മദ് നബിയാവേ? ചോദ്യം അതായിരുന്നു. കാരണം അയത് ശ്രവിച്ചപ്പോൾ ഖുറൈശികളൊത്തൊരുമിത്തവർ ചാടി, അനാഥയായി ഇവനാണോ നബിയായി വന്നോ? അനാഥനായ മുഹമ്മദ് നബിയാവേ? ഞാനിവിടെ മക്കയിലുള്ളപ്പോ കഴിവില്ലാത്ത മുഹമ്മദ് നബിയാവേ? കാശുള്ള ഞാനിവിടെ ഉള്ളപ്പോ തടി കുറഞ്ഞ മുഹമ്മദ് നബിയാവേ? ആചാരബഹുവായ ഞാനുള്ളപ്പോ? മൂപ്പരുടെ വിശദീകരണം അങ്ങനെ പോയി. അതുകൊണ്ട് അബ്ദുല്ലാഹി ബിൻ മസൂദ് പറഞ്ഞു, ഒരു കോംപ്രമൈസിനും തയ്യാറല്ല. അല്ല, എന്നാ പിന്നെ എന്ത് വേണം? ഇസ്ലാമിന്റെ ഒരു ആചാര മര്യാദ പ്രകാരം ചോദിച്ചു, അവസാനമായിട്ട് വല്ലതും പറയാൻ ചോദിച്ചു. മോനെ ഏത് കൊലപ്പുള്ളിനെ കൊല്ലാൻ പോകുമ്പോഴും ഇന്റർനാഷണൽ ലോ ആണ്, അവസാനായിട്ട് വല്ലതും പറയാണ്ടോ? അത് ചോദിക്കാത്ത ഒറ്റ കൊല ലോകത്ത് നടത്തിയിട്ടുള്ളൂ. അബൂജാഹിലിനെ കൊല്ലാൻ പോണ അബ്ദുല്ലാഹി ബിൻ മസൂദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ശരി, എന്നാ നീ പറഞ്ഞത് പ്രകാരം നിന്നെ കൊല്ലാൻ, നീ മുസ്ലിം ആവണില്ലല്ലോ, കൊല്ലാനും അല്ലേ പറയണത്, എന്താ വേണ്ടത് അവസാനായിട്ട് ചോദിച്ചു. അപ്പൊ അബൂജാഹിൽ 2 വസിയത്താ പറഞ്ഞത്. ഒന്ന്, എന്നെ കൊല്ലുമ്പോ എന്റെ തല മുറിക്കുമ്പോ ഈ ഷോൾഡറിന്റെ അവിടുന്ന് തുടങ്ങി ഈ ഷോൾഡർ വരെ കയറ്റി മുറിക്കണം പറഞ്ഞു. അതെന്തിനാ വെച്ചു? ഇത്ര വലിയ തല കണ്ടിട്ട് എന്റെ മുഹമ്മദ് ഒന്ന് ഞെട്ടട്ടെ. രണ്ടാമത്തെ വസിയത്ത് പറഞ്ഞത്, എന്നെ നീ കോഴിനെ ബ്രോയിലർ ചിക്കൻ അറക്കുന്നത് പോലെ കഴുത്തങ്ങ് മുറിക്കരുത്, ഇവിടെ മുറിക്കരുത്, ഇതും തന്നെ വെട്ടിമുറിച്ചു കൊണ്ടോണം, തല നീട്ടി മുറിക്കണം, പെട്ടെന്ന് പണി കഴിക്കണം, എന്റെ വാളുകൊണ്ട് മുറിക്കണം, വാള് നീ എടുത്തോ. മരണവസിയത്ത് രണ്ടും അബ്ദുല്ലാഹി ബിൻ മസൂദ് റളിയല്ലാഹു അൻഹു പാലിച്ചു. ഇരിക്കട്ടെ, ലോകത്ത് ഒരാളെ കൊല്ലുമ്പോ മാത്രമാണ് ലോകത്ത് നീചമായ കൊല നടത്തിയിട്ടുള്ളൂ. W. ബുഷിന്റെ ഇറാഖിന്റെ പാവക്കോടതി 40 കൊല്ലം ഭരണാധിപത്യം നടത്തിയ സദ്ദാം ഹുസൈനിന്റെ കഴുത്ത് ഒരു ചെറിയ പ്ലാസ്റ്റിക് കയറിലിട്ട് കുരുക്കി കൊല്ലുമ്പോ അവസാനായിട്ട് പറഞ്ഞത്, നീ നരകത്തിലേക്ക് പോകടാ സദ്ദാം എന്നാ. നീ നരകത്തിലേക്ക് പോകടാ സദ്ദാം. ലോക ചരിത്രത്തില് കൊടിയ മുശ്രിക്കായ പേര് കേട്ടാൽ ലഅനത്ത് ചെല്ലേണ്ട അബൂജാഹിലിന് പോലും ഇസ്ലാം മതം കൊടുത്ത ആ സ്റ്റാറ്റസ് ഇസ്ലാമായിരുന്ന സദ്ദാം ഹുസൈനിന് അമേരിക്കയുടെ പാവ സർക്കാരായിരുന്ന ഇറാഖ് ഗവൺമെന്റ് കൊടുത്തില്ല. പകരം അമേരിക്ക ഇപ്പൊ എന്തായി? നശിച്ച് നാരായ കല്ലുകുത്തുകയാണ്. അമേരിക്കയുടെ മരണപത്രാള അപ്പൊ കണ്ടുകൊണ്ടിരിക്കണം. ഇപ്പൊ ഈ ഇസ്ലാമിക രാജ്യങ്ങളിൽ ഉണ്ടാകണ കലാപത്തിന്റെ ഒക്കെ പിന്നിൽ അമേരിക്കയുടെ പങ്ക്
വലുതാണ്. ജനാധിപത്യത്തിന്റെ പേരില് മുസ്ലിം രാജ്യങ്ങളെ തകർത്ത് തുമ്പ കോരിപ്പിക്കാനുള്ള പരിപാടിയാണ് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, എന്ത് ചെയ്താലും അമേരിക്ക രക്ഷപ്പെടാൻ പോണില്ല. കാരണം എന്താണെന്നറിയോ? നിരപരാധിയുടെ ദുആക്ക് ഇജാബത്ത് കിട്ടുമെന്ന് ഖാല റസൂലുള്ളാഹി. ലോകത്തിലുള്ള നിരപരാധികളെ കൊന്നൊടുക്കിയ അമേരിക്ക സർവനാശത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്. ഒരു 10-15 കൊല്ലം കഴിയുമ്പോ നമ്മൾ ഇതുപോലൊരു നബിദിനൊക്കെ കഴിഞ്ഞ് വയല് കഴിഞ്ഞ് പുറത്തു പോകുമ്പോ ഒരു സായിപ്പ്, ഒരു മദാമി അവിടെ വടിയും കുത്തിപ്പിടിച്ച് നിൽക്കുന്നുണ്ടാവും. നമ്മളെ കാണുമ്പോ പറയും, സാർ, ഗുഡ് ഈവനിങ് സാർ, പ്ലീസ് ഗീവ് മീ 5 rupees ഓൺലി. ഇന്ന് ഇംഗ്ലീഷിൽ തെണ്ടാൻ വരുന്ന കാലം അമേരിക്കക്ക് അധിക കാലം കാത്തിരിക്കേണ്ടി വരില്ല. അവിടേക്കാണ് അമേരിക്ക പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അമേരിക്കയുടെ സാമ്പത്തിക എക്കണോമി മുഴുവൻ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. നിരപരാധിയുടെ ദുആക്ക് ഇജാബത്തുണ്ട്, ആക്രമിക്കപ്പെടുന്നവന്റെ ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് അവൻ ഏത് മതക്കാരനായാലും ജാതിയായാലും ഏത് കമ്മ്യൂണിറ്റി ആയാലും മതമില്ലാത്തവനായാലും അവൻ മനുഷ്യനല്ലെങ്കിലും ജന്തുവായാലും ആക്രമിക്കപ്പെടുന്നവന്റെ ദുആക്ക് ഇജാബത്ത് നൽകപ്പെടുമെന്ന് ഖാല റസൂലുള്ളാഹി. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വെച്ചത് നമ്മുടെ 2 വിഷയമാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഒന്ന്, മുഹമ്മദ് നബി സാധാരണ മനുഷ്യനല്ല. 2, ഇസ്ലാം മതം അള്ളാഹുവിന്റെ മതം ആണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനല്ല എന്നതിന് ഇനിയും എത്രയോ തെളിവുകൾ നമുക്ക് കൊണ്ടുവരാനുണ്ട്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഭൗതികമായ അവശിഷ്ടങ്ങൾ ബഹുമാനപ്പെട്ട സ്വഹാബത്ത് സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ? യർമൂക്ക് യുദ്ധത്തിന് പുറപ്പെടുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ തലയിൽ ഒരു തൊപ്പിയുണ്ടായിരുന്നു. ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു സ്ഥിരമായി തൊപ്പി ധരിക്കുന്ന ആളായിരുന്നു. ആ ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു ധരിച്ചിരുന്ന തൊപ്പി അങ്ങ് വീണുപോയി. മൈലുകൾ യാത്ര ചെയ്തപ്പോഴാണ് തൊപ്പി വീണുപോയ സംഭവം ഖാലിദ് റളിയല്ലാഹു അൻഹു അറിയുന്നത്. പടച്ചവനെ, എന്റെ തൊപ്പി വീണുപോയല്ലോ. ആ തൊപ്പി എടുക്കാൻ വേണ്ടി കുതിരയെ തിരിച്ചപ്പോൾ കൂടെയുള്ള സഹാബത്ത് ചോദിച്ചു, ഖാലിദേ, മൈലുകൾ പോലും കുതിരപ്പുറത്ത് കീപ്പോട്ട് തിരിച്ചു നടക്കണം ആ തൊപ്പി കിട്ടണമെങ്കിൽ. ആ തൊപ്പി അങ്ങ് പൊക്കോട്ടെ, നമുക്ക് വേറെ തൊപ്പി എടുക്കാമല്ലോ. ഖാലിദ് ബിനുൽ വലീദ് തങ്ങളുടെ മറുപടി, ആ തൊപ്പിയുടെ അകത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ താടി രോമങ്ങളും അള്ളാന്റെ റസൂലിന്റെ തലമുടിയോ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ ബർക്കത്ത് കിട്ടാൻ ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ തൊപ്പിയുടെ അകത്ത് അവിടുത്തെ താടിയും തലമുടിയും സൂക്ഷിച്ചു വെച്ചത് യർമൂക്ക് യുദ്ധത്തില് മൈലുകൾക്കപ്പുറത്ത് യാത്ര ചെയ്തിട്ട് ആ തൊപ്പിയെടുത്ത് തലയിൽ വെച്ചിട്ട് ഖാലിദ് പിന്നെ യുദ്ധത്തിന് വന്നുള്ളൂ. മുടിയിട്ട് വെള്ളം കുടിക്കാൻ പാടില്ലേ? يمن تفجرت الأنهار نبيعة من إصبعيه فاروا والجيش ذا العدد. ചൊല്ലിക്കൊരു സലാത്ത് മദീനയിലേക്ക്. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മുഅ്ജിസത്താണ് നബി തങ്ങളുടെ കയ്യിന്റെ ഇടയിൽ നിന്ന് ഉറവ പൊട്ടിയത്. 14,000-ഓളം വരുന്ന സഹാബത്തിന് വെള്ളത്തിന് ദാഹിച്ചു പോയ സമയത്ത്, നബിയെ, ഞങ്ങൾക്ക് കുടിവെള്ളം മുട്ടിപ്പോയി, നബിയെ, ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി ചോദിച്ചു, ആരുടെങ്കിലും കൈവശം വെള്ളത്തിന്റെ അംശമുണ്ടോ? ഒരു സഹാബി പറഞ്ഞു, ഉണ്ട് നബിയെ, എന്റെ കയ്യിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, ആ വെള്ളം കൊണ്ടുവരൂ.
ആ പരന്ന പാത്രത്തിൽ റസൂലുള്ളാഹിന്റെ 10 വിരലുകൾ വെച്ചിട്ട് വെച്ചപ്പോ അതാണ് കവി പറഞ്ഞത്, യമൻ തഫജ്ജറത്തിൽ അൻഹാറു നാബിയതൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിന്റെ ഉറവിന്റെ ഇടയിൽ നിന്ന് ധാരധാരിയായി ഉറവ് പൊട്ടിയല്ലോ. ആ വെള്ളം സഹാബത്ത് മതിയാവോളം കുടിച്ചു, തോൽപാത്രത്തിൽ സൂക്ഷിച്ചു. അതുകൊണ്ടാണ് ഇമാം നബവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത്, ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ വെള്ളം സംസം വെള്ളമല്ല, അതേ ഹൗദുൽ കൗസർ അല്ല, റസൂലുള്ളാഹിന്റെ കയ്യിന്റെ ഇടയിൽ നിന്ന് ഉറവ് പൊട്ടിയ വെള്ളമാണ് ലോകത്തിലെ ഏറ്റവും പരിശുദ്ധമായ വെള്ളമെന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി. റസൂലുള്ളാഹിന്റെ മുടിയിട്ട വെള്ളം കുടിക്കാൻ പാടില്ലെങ്കിൽ കയ്യിന്റെ ഉള്ളിൽ നിന്ന് ഉറവ് പൊട്ടിയ വെള്ളം സഹാബത്തിന് കുടിക്കാൻ പാടുണ്ടോ? ഇത് മുടി സാധാരണ വെള്ളത്തിലൊന്നും ഇട്ടിട്ട് മുടിയിൽ എടുക്കുക, ഇത് കയ്യിന്റെ ഉള്ളിൽ നിന്നാ വരുന്നത്. കണ്ടോ, അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിന്റെ ഉള്ളിൽ നിന്ന്, ഇറച്ചിയുടെ ഉള്ളിൽ നിന്ന്, ചോരയുടെ ഉള്ളിൽ നിന്ന്, നിങ്ങളുടെ ഭാഷയെ പറയുകയാണെങ്കിൽ രോമത്തിന്റെ അകത്തുനിന്നൊക്കെ. റസൂലുള്ളാഹിന്റെ മുടിയെ പറ്റി അവൻ രോമം എഴുതിയത്. റസൂലുള്ളാഹിനെ വിമർശിച്ചതുകൊണ്ട് കാലുവെട്ടലും കയ്യുവെട്ടലും അവന്റെ തലവെട്ടലും അവനെ അധിക്ഷേപിക്കലും ഒന്നും നമ്മുടെ ചര്യല്ല. നമ്മൾക്ക് ആദർശം ഉണ്ടല്ലോ, പിന്നെന്തിനാ നമ്മൾ കയ്യും കാലും കൂടെയൊക്കെ വെട്ടാൻ പോണത്? അത് ഇസ്ലാം മതത്തിന്റെ ലംഘനാണ്. റസൂൽ അതും പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനെ ഏറ്റവും അധികം വിമർശിച്ചിരുന്ന ഒരാളായിരുന്നു കഅബ്, മക്കക്കാരനായ കഅബ്. റസൂലുള്ളാഹിനെ ഇങ്ങനെ ചീത്ത വിളിക്കാൻ പാടില്ല. മക്കയുടെ തെരുവീതികളില് കഅബ് എന്ത് ചെയ്യും? കരിക്കട്ട കൊണ്ട് കവിത എഴുതി വെക്കും. ഉമ്മമാര് കേൾക്കണം. ഇതാണ് ഖദീജ വ്യഭിചരിച്ചു, ആയിഷ വ്യഭിചാരിയാണ്, മുഹമ്മദ് കള്ളനാണ്, അബൂബക്കർ മോശക്കാരനാണ്. ഇങ്ങനെ തെമ്മാടിത്തര എഴുതാൻ തുടങ്ങിയപ്പോ അല്ലാഹുവിന്റെ റസൂലാണെങ്കിൽ മദീനയില. സ്വഹാബത്ത് പറഞ്ഞു, നബിയെ, ആ കഅബിന്റെ ഉപദ്രവം വല്ലാതെ സഹിക്കവയ്യ. റസൂലുള്ള മദീനയിലെ ഭരണാധികാരിയാണ്, രാജാവാണ്. മദീന കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആണ് ഖാദി ഖുലാത്താൻ. അല്ലാഹുവിന്റെ റസൂല് മദീനത്തെ പള്ളിയിലെ ഇമാമാണ്. അതുകൊണ്ട് ഭരണം നടത്തുന്ന ഭരണാധികാരി കൂടിയാ. അതുകൊണ്ട് സ്വഹാബത്ത് പറഞ്ഞു, നബിയെ, ആ കഅബിനെതിരെ എന്തെങ്കിലും ഒരു നടപടി വേണോ? അപ്പൊ റസൂലുള്ള പറഞ്ഞു, കഅബിന്റെ തല മുറിച്ചു കൊണ്ടുവരുന്നവർക്ക് സ്വർഗം നൽകാമെന്ന് ഖാല റസൂലുള്ളാഹ്. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനല്ല. മുഹമ്മദ് നബി ലോകത്തിൽ ഒരാളുടെ തലക്ക് മാത്രമേ വില പറഞ്ഞിട്ടുള്ളൂ, കഅബിന്റെ. കഅബിനെ കൊന്നവർക്ക് സ്വർഗം. തിരിച്ചു പറയാറുന്നില്ലേ? കഅബിനെ കൊല്ലുന്നവർക്ക് 1000 ഒട്ടകം തരാന്ന് റസൂലുള്ളാഹിക്ക് പറയാൻ കഴിയില്ലാണ്ട. എന്തേ അത് പറയാഞ്ഞ്? അത് പിൽക്കാലത്ത് വലിയ ഓഫർ. അതിന്റെ മേലെ ആരെങ്കിലും പറയും? റസൂലുള്ള പറഞ്ഞതിന്റെ മേലെ ഒരു ഓഫർ പറയാൻ പറ്റില്ല. അപ്പൊ കണ്ടോങ്ങള്, നമ്മുടെ ഗവൺമെന്റ് ഹിറ്റ് ലിസ്റ്റിൽ പെടുത്തിയിരുന്ന ഒരാളുണ്ടായിരുന്നു. ആരാ? വീരപ്പൻ. തമിഴ്നാടും കർണാടക ഗവൺമെന്റും തലക്ക് വില പറഞ്ഞ ആളാ വീരപ്പൻ. തമിഴ്നാട് ഗവൺമെന്റ് പറഞ്ഞു, വീരപ്പനെ ജീവനോടെ പിടിച്ചു കൊടുക്കുന്നവർക്ക് 2 കോടി. കർണാടക ഗവൺമെന്റ് പറഞ്ഞു, ജീവനോടെ ചത്തിട്ട് കൊണ്ടുവന്നാലും മതി 2 കോടിയോ. 2+2 = 4. പിറ്റേ ദിവസം വീരപ്പൻ നക്കീരൻ ഗോപാലിനെ വിളിച്ച് കാട്ടിൽ വാർത്താ സമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, എന്നെ കണ്ടിട്ട് മിണ്ടാതിരുന്നവർക്ക് 10 കോടി. കാരണം കാട്ടിലെ ചന്ദനു ആനയുടെ കൊമ്പുണ്ടെങ്കിൽ വീരപ്പന് സുഭിക്ഷം. ഇപ്പൊ ഓഫറിന് പോലെ ഓഫറായില്ലേ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഓഫർ എന്താ? കഅബിന്റെ തലങ്ങ് മുറിച്ചു കൊണ്ടെന്നാൽ അവന് സ്വർഗം. ആരിക്കാ ഇങ്ങനെ ഒരു ഓഫർ എന്ന് പറയാൻ ധൈര്യം? പറഞ്ഞാ മതി, കൊടുക്കാൻ പോട്ടെ. മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റോ? പ്രധാനമന്ത്രിക്ക് പറയാൻ പറ്റോ? ഒരു ജുഡീഷ്യറിക്ക് പറയാൻ പറ്റോ? ബില്ലാദിനെ പിടിക്കുന്നവർക്ക് അമേരിക്ക സ്വർഗം കൊടുക്കാന്ന് പറയുന്നുണ്ടോ? ബില്ലാദിനെ പിടിക്കുന്നവർക്ക് ഇസ്രയേൽ സ്വർഗം കൊടുക്കാന്ന് പറയുന്നുണ്ടോ? ചാൾസ് ശോഭരാജ് എന്ന് പറയുന്ന കുറ്റവാളിയെ പിടിക്കുന്നവർക്ക് സ്വർഗം കൊടുക്കാമെന്ന് ഐക്യരാഷ്ട്രസഭ പറഞ്ഞു? പറഞ്ഞില്ലല്ലോ. റസൂലുള്ള പറയുന്നു, കഅബിന്റെ തലമുറിച്ചു കൊണ്ടുവരുന്നവർക്ക് ഒട്ടകമല്ല സ്വർണമല്ല സ്വർഗം തരാം. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കേട്ട പാടി കേൾക്കാത്ത പാട് വാളെടുത്തു. ഇനി അവന്റെ കഥ കഴിച്ചിട്ടുള്ളൂ ഉമറിങ്ങട്. അബൂബക്കർ സിദ്ദീഖ് കൊടുത്തു വാള്, അലിയാരെടുത്തു വാള്, വീരാളി സഹാബന്മാരൊക്കെ വാളെടുത്തിറങ്ങി. എവിടവൻ? ഭരണകൂടം ഓർഡർ ഇട്ടെടുക്കുക, ഭരണാധിപന്റെ ഓർഡറാ. റസൂലുള്ളാഹിയാണ് രാജാവ്, സൂപ്പർ രാജാവ്. അതുകൊണ്ട് മുറിക്കും കഅബിന്റെ തല എവിടെ കണ്ടാലും. പക്ഷേ കഅബ് മക്കയിലാണ്.
ഓർഡർ ഇട്ടിരിക്കുന്നത് മദീനയിൽ നിന്നാണ്. കഅബിന് മനസ്സിലാക്കി മുഹമ്മദുർ റസൂലുള്ള ഒരു ഓർഡർ ഇട്ടാൽ മരിച്ചാലും സ്വഹാബത്തിന് നിറവേറ്റും ശപഥം. അതുകൊണ്ട് കഅബ് ഒരു കാര്യം തീരുമാനിച്ചു, ഇനി രക്ഷയില്ല, ഇനി ഒറ്റ മാർഗ്ഗേ ഉള്ളൂ, മുഹമ്മദ് കാരുണ്യവാനിൽ കാരുണ്യവാനാണ്. അത് കഅബിനറിയാം. അതുകൊണ്ട് മുഹമ്മദിനോട് നേരിട്ട് ചെന്ന് മാപ്പ് പറയുക. പക്ഷേ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഇന്ന് 475 കിലോമീറ്റർ ദൂരമുണ്ട് തരീഖുൽ ഹിജറ റോഡിലൂടെ. അത് റസൂലുള്ളാന്റെ അന്നത്തെ കാലത്ത് 500-600 ഉണ്ടാവാം. അന്ന് കാറും ലോറിയൊന്നുമില്ല, സാപ്റ്റിക്കോന്റെ ബസ്സും ഇല്ല, വിമാനത്താവളവും ഇല്ല. അന്ന് ഈ കുതിരപ്പുറത്തോ ഒട്ടകപ്പുറത്തോ പോകണം. ചിലപ്പോൾ 5 ദിവസം 6 ദിവസമൊക്കെ പിടിക്കും മക്കത്തുനിന്ന് മദീനയിലേക്ക് യാത്ര ചെയ്തെത്താൻ. അതിന്റെ ഇടയിൽ എവിടെങ്കിലും വെച്ച് അലിയോ ഉമറോ ഉസ്മാനേറ്റും കണ്ടാൽ തന്നെ കശാപ്പ് ചെയ്ത് കളയും. അതുകൊണ്ട് കഅബ് എന്ത് ചെയ്തെന്നറിയോ? മുസ്ലിം സ്ത്രീ ധരിക്കുന്ന പർദ അങ്ങ് ധരിച്ചു. കണ്ണുറിച്ച കറുത്ത ശീലുകൊണ്ട് മൂടിക്കെട്ടി മൂടുപടം എടുത്ത് കീപ്പോട്ടിട്ടു. ഇപ്പൊ കഅബിനെ കണ്ടാൽ ഒരു പെണ്ണാണെന്നേ തോന്നുന്നു. കുതിരപ്പുറത്ത് യാത്ര ചെയ്തു മക്കയിൽ നിന്ന് മദീനയിലേക്ക്. ദിവസങ്ങൾക്കുള്ളിൽ മക്കയിൽ നിന്ന് മദീനയിലെത്തിയപ്പോൾ കഅബ് കണ്ട കാഴ്ച അത്ഭുതപരതന്ത്രമാണ്. കാരണം മദീന മസ്ജിദുൻ നബവിയുടെ ഉമ്മറത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ 4 ഭാഗത്തും സഹാബത്ത് ഇങ്ങനെ സഫ് സഫായി ഇങ്ങനെ വളഞ്ഞിരിക്കുകയാണ്. റസൂലുള്ള വഅദ് പറയുമ്പോ ഇതുപോലെയല്ല വഅദ് പറയാ. റസൂലുള്ള നടുക്കാണ് നിൽക്കുക, സ്വഹാബത്ത് സഫ് 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 സഫായി 4 ഭാഗം. നമുക്കിപ്പോ അങ്ങനെ വഅദ് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെ വഅദ് പറയുന്നത് കേട്ടോ. അങ്ങനത്തെ ഒരു സൗകര്യം ഇവിടെ ഇല്ല. അതേ സമയത്ത് നമ്മൾ ദിക്ർ ഹൽക്ക നടക്കാറുണ്ട്, ഹൽക്ക സലാത്തിന്റെ ഹൽക്ക നടക്കാറുണ്ട്. ഹൽക്ക വട്ടമിട്ടിരിക്കുക, മജ്ലിസ് എന്നാണ് ഹൽക്ക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അതാണ് ഇസ്ലാമിന്റെ മര്യാദയും. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ബഹുമാനപ്പെട്ട കഅബ് മക്കയിലെത്തി, മദീനയിലെത്തി. അല്ലാഹുവിന്റെ റസൂൽ നടുക്കാണിരിക്കുന്നത്, തൊട്ടടുത്ത് ഉമറുൽ ഫാറൂഖ്. തങ്ങളെ കണ്ടപ്പോ കഅബന്റെ ഉള്ളൊന്ന് പടപിടിച്ചു. ഉമറിന്റെ പേര് പറയുന്നിടത്ത് പിശാചി വരികയില്ലെന്ന് ഖാല റസൂലുള്ളാഹി. ഇത്ര വലിയ ധീരനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. കഅബദ കുതിരപ്പുറത്തങ്ങ് കയറി നിന്നിട്ട് ഒരൊറ്റ വിളിയാണ്, മുഹമ്മദേ. ആ വിളി കേട്ടപ്പോഴേ റസൂലുള്ളാഹിക്ക് മനസ്സിലായി കഅബാണ്. മുഹമ്മദേ, ഈ ഭൂമി ലോകത്ത് നിനക്ക് ഏറ്റവും അധികം വൈരാഗ്യമുള്ളത് ആരോടാ? അള്ളാന്റെ റസൂല് പറഞ്ഞു, അത് മക്കക്കാരനായ കഅബിനോടാണ്. കഅബ് ആകെ കുടുങ്ങിപ്പോയി. മുഹമ്മദേ എന്ന് റസൂലുള്ളാഹിനെ അല്ല പോലും വിളിച്ചിട്ടില്ല ഖുർആനിൽ. അല്ല പോലും റസൂലുള്ളാഹിക്ക് വലിയ റെസ്പെക്റ്റാ കൊടുത്തത്. 6666 ആയത്തിന്റെ അകത്ത് എവിടെങ്കിലും ഒരു സ്ഥലത്ത് മുഹമ്മദ്, യാ മുഹമ്മദ് എന്നൊരു പ്രയോഗം ഖുർആനിൽ കാണാൻ പറ്റില്ല. എന്നാ എല്ലാ നബിമാരെയും അങ്ങനെ വിളിച്ചിട്ടുണ്ട്. യാ ഈസ, യാ ആദം ഉസ്കുൻ അന്ത വസൗജുക്കൽ ജന്ന, യാ ഈസ, യാ മൂസ, യാ ഇബ്രാഹിം, യാ യഹ്യ, യാ സക്കരിയ, എല്ലാരും യാ 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 എന്ന് പറഞ്ഞ ഏ മൂസ, ഏ ഈസ, ഏ സക്കരിയ, ഏ യഹ്യ എന്നിങ്ങനെയാണ് ആ വിളി. അത് റസൂലുള്ളാഹിനോട് അല്ല വിളിച്ചിട്ടില്ല. റസൂലുള്ളാഹിനെ വിളിക്കേണ്ട പല സ്ഥലം ഉണ്ടായിരുന്നു. മുഹമ്മദ് എന്ന് പറഞ്ഞ സ്ഥലം ഖുർആനിൽ നോക്കൂ നിങ്ങൾ. ഒരു സ്ഥലം ഏതാ? മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശദ്ദാഉ അലൽ കുഫാർ റുഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളലൻ മിനല്ലാഹ്. അവിടെ യാ മുഹമ്മദ് അല്ല പറഞ്ഞത്, മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ പ്രവാചകരായ മുഹമ്മദ്. കണ്ടോ? യാ ഇനി റസൂലുള്ള മലക്കുൽ മുഖറബായ മലക്ക് ജിബ്രീൽ. എന്താ മോനെ മിണ്ടാതിരിക്കുന്ന മലക്ക് ജിബ്രീൽ? നമ്മൾ നബിദിന സമ്മേളനം നയിക്കല്ലേ. ആ നബിയോടുള്ള സ്നേഹത്തിന്റെ ബാഹ്യമായ ഒരു പ്രകടനമാണ് സലാത്ത് ഉറക്കെ ചെല്ലുക. പെണ്ണുങ്ങൾ, സ്ത്രീകൾ അവരുടെ ശരീരം കേൾക്കുന്ന അത്ര ഉച്ചത്തിലും, പുരുഷന്മാർ എത്ര ഉച്ചത്തിൽ സലാത്ത് ചെല്ലാൻ പറ്റും അത്ര ഉച്ചത്തിൽ ചെല്ലിയാൽ അതിനനുസരിച്ച് അല്ലാഹു കൂലി നൽകും. എന്റെ സലാത്ത് ചെല്ലുന്നതിന് ഒച്ചയ്ക്ക് ലിമിറ്റില്ല, ചെല്ലുന്ന എണ്ണത്തിന് ലിമിറ്റില്ല, ചെല്ലുന്ന സമയത്തിന് ലിമിറ്റില്ല. അധികരിപ്പിച്ചാൽ അത്രയും നിനക്ക് ഖൈറാണെന്ന് ഖാല റസൂലുള്ളാഹി. മലക്കുൽ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് വന്ന് ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന വഹി അറിയിപ്പിച്ചു കൊടുത്ത് അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീലിനെ കണ്ട് പേടിച്ചു, വഹിയിന്റെ കാഠിന്യമോർത്ത് വിഷമിച്ച്
ഖദീജ ബീവിയുടെ അടുത്ത് എന്ന് പറഞ്ഞല്ലോ, ദമ്മിലൂനി ദമ്മിലൂനി ദമ്മിലൂനി, എന്നെ പുതപ്പിട്ട് മൂടൂ ഖദീജ, എനിക്ക് വല്ലാത്ത പനി വരുന്നുണ്ട്. ഖദീജ ബീവി പുതപ്പിട്ട് കൊടുത്ത ചരിത്രം നമുക്കറിയാവുന്നതാണ്, ഞാൻ ചുരുക്കി പറയാണ്. അങ്ങനെ റസൂലുള്ള പുതപ്പിട്ട് മൂടിക്കിടക്കുമ്പോൾ അല്ല റസൂലുള്ളാനെ വിളിച്ച വിളി എന്താണ്? മുഹമ്മദേ എന്നാണ് വിളിച്ചത്. അല്ല, യാ അയ്യുഹൽ മുസമ്മിലൂ, പുതച്ചു മൂടിക്കിടക്കുന്ന നബിയേ, നിങ്ങൾ എഴുന്നേറ്റ് ജനങ്ങൾക്ക് വയലു പറഞ്ഞു കൊടുക്കുക. അല്ലാതെ മൂസാ നബിനെ വിളിച്ച പോലെ ഏ മൂസാന്നോ, ഇബ്രാഹിം നബിനെ വിളിച്ച പോലെ ഏ ഇബ്രാഹിമേ ഇങ്ങോട്ട് വാന്നോ. അള്ളാഹു മുഹമ്മദ് നബിനെ പറഞ്ഞിട്ടില്ല. അത്ര കണ്ട് അള്ളാഹ് ബഹുമാനിച്ച അസാധാരണ വ്യക്തിത്വം അള്ളാഹു തആല കൊടുത്ത അസാധാരണ മനുഷ്യനാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹിനെയാണ് കഅബ് വിളിക്കുന്നത് മുഹമ്മദേ. ഈ ലോകത്തെ ഏറ്റവും അധികം വൈരാഗ്യമുള്ളത് ആരോടാണ്? അള്ളാഹിന്റെ റസൂലിന്റെ മറുപടി അത് കഅബിനോട് തന്നെയാണ്. അപ്പോഴാണ് കഅബ് ചോദിക്കുന്നത്, ആ കഅബ് നിങ്ങളുടെ കാലിന്റെ അടിയിൽ വന്നിട്ട് മാപ്പ് പറഞ്ഞാൽ ആ കഅബിന് മാപ്പ് കൊടുക്കുമോ മുഹമ്മദേ? അള്ളാഹിന്റെ റസൂലിന്റെ മറുപടി എന്താണെന്നോ, ആ കഅബ് മുസ്ലിമായ നിലയ്ക്ക് എന്റെ അടുത്ത് വന്നാൽ സർവ്വ പാപങ്ങളും പൊറുക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ മുഖമൂടിയുള്ള കഅബ് മൂടുപടം അങ്ങ് നീക്കിയപ്പോ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു വാളെടുത്തിട്ട് പറഞ്ഞു, നബിയേ, ഇവൻ മുനാഫിഖാണ്, ഇവനെ കൊല്ലണം, മാപ്പ് കൊടുക്കരുത്. അള്ളാന്റെ റസൂല് പറഞ്ഞവൻ മുനാഫിക്കല്ല ഉമറേ, മുസ്ലിമാണ്, മാപ്പ് കൊടുത്തിരിക്കുന്നു. ആ കഅബ് നിന്ന് കരച്ചിലാണ്. അവസാനം റസൂലുള്ളാഹിന്റെ മുന്നിൽ അങ്ങ് വന്ന് കൊച്ചുകുട്ടികൾ കരയണ പോലെ കരഞ്ഞിട്ട് രണ്ടുപേരി പദ്യം റസൂലുള്ളാഹിനെ പറ്റി അപ്പ പാടി. ഏതാണ് ആ പാട്ട്? മുഹല്ലദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി മദ്ഹ് പറഞ്ഞ ആ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു ഇസ്ലാമായി റസൂലുള്ളാഹിന്റെ ഖാദിമായി ജീവിച്ചു മരണം വരെ. അങ്ങനെ കൊല്ലാൻ വേണ്ടി തലക്ക് വില പറഞ്ഞ ആൾക്ക് പോലും മാപ്പ് കൊടുത്ത നേതാവാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. കാരുണ്യവാനാണ്, അസാധാരണ മനുഷ്യനാണ്, സാധാരണ മനുഷ്യനല്ല. കേട്ടോ മോനെ? ആയിഷ ബീവിയോട് ചോദിക്കാം, മുഹമ്മദ് നബി സാധാരണ ആളാ? ഇപ്പൊ നമ്മളോട് നമ്മുടെ ഭാര്യമാർക്ക് സ്നേഹമൊക്കെ ഉണ്ടാവും, നമുക്ക് ഭാര്യമാരോടും ഉണ്ട്. പക്ഷെ ഒരു കാര്യം, ആ സ്നേഹത്തിനൊക്കെ ചില ലിമിറ്റുകളുണ്ട്. ചില ടൈമിന് ചിലപ്പോ ഭാര്യക്കും ഭർത്താവിനോടും കുറച്ച് പ്രത്യേക സ്നേഹമൊക്കെ തോന്നിക്കളയാം, എല്ലപ്പോഴും ഉണ്ടാവില്ല. ലിമിറ്റ്. ഉദാഹരണം, ഫോർ എക്സാമ്പിൾ, ഭാര്യ ബ്രഷ് ചെയ്യുന്ന ടൂത്ത് ബ്രഷ് അറിയാതെ ഭർത്താവ് എടുത്ത് വായയിലിട്ട് നേരം വിളിക്കുമ്പോ കറണ്ട് ഉണ്ടായിരുന്നില്ല, ബാത്റൂമിൽ നിന്ന് ഒരു ബ്രഷ് കിട്ടി, കുറച്ച് പേസ്റ്റും കിട്ടി, ആക്കുമ്പോഴാണ് ഭാര്യ വന്നിട്ട് നോക്കുമേ, എന്റെ ബ്രഷ് എടുത്തിട്ടാ നിങ്ങളിപ്പോ പുതിയാലോപ്പിക്കണത്. ഭാര്യ ചോദിച്ചു, എന്ത് പണിയാ നിങ്ങൾ ചെയ്തത്? എന്റെ ബ്രഷ് എടുത്തിട്ടാ നിങ്ങൾക്ക് പല്ലിയാക്കാൻ കണ്ടുള്ളൂ. അപ്പൊ ഭർത്താവ് പറയും, വായ കേടന്നത്തെ എല്ലാം പോയി അല്ലേ? വലിയൊരു ശതമാനം ഭാര്യ ഭർത്താക്കന്മാരും അങ്ങനെ. ഭാര്യയുടെ വായലിന്റെ ബ്രഷ് കൊണ്ട് ഭർത്താവിന് ബ്രഷ് ചെയ്യാൻ വിഷമം, ഭർത്താവിന്റെ വായ വൃത്തിയാക്കുന്ന ബ്രഷ് കൊണ്ട് വായ വൃത്തിയാക്കാൻ ഭാര്യക്ക് വിഷമം. എന്നാ ആയിഷ ബീവി എന്താ പറയുന്നത് നോക്ക്. 17 വയസ്സുള്ള ആയിഷ ബീവി 63 വയസ്സുള്ള മുഹമ്മദുർ റസൂലുള്ളാഹി പല്ല് തേച്ചു വെക്കുന്ന അറാഖ് എന്ന് പറയുന്ന മരക്കഷ്ണമെടുത്തിട്ട് ആയിഷ ബീബി പറയാണ്, കഴുകാതെ ഞാൻ വായ തേക്കും. എന്തിന്? റസൂലുള്ളാഹിന്റെ ബറക്കത്ത് കിട്ടാൻ. ആയിഷ ബീവിക്കറിയാം റസൂലുള്ളാഹി ആരാണ്. നമ്മൾ മൊയ്ലിയാരാണ് ഞാൻ, പിന്നെ ബാക്ക്വേർഡ് കമ്മീഷന്റെ മെമ്പറുമാണ്, നിങ്ങൾ ആളാണ്, റഫീഖ് അഹമ്മദ് സഖാഫി സ്ഥാപനം നടത്തുന്ന ആളാണ്. ഇതൊക്കെ ശരിയാ. പക്ഷെ നമ്മുടെ ഭാര്യയുടെ അടുത്ത് നമുക്കൊരു സ്റ്റാറ്റസ് ഉണ്ട്. നിങ്ങൾ ഏത് കമ്മീഷനായാലും, നിങ്ങൾ ഏത് ജനറൽ സെക്രട്ടറി ആയാലും, ഭാര്യന്റെ അടുത്ത് നമുക്കൊക്കെ നമ്മുടെയൊക്കെ എല്ലാ വീക്ക്നെസ്സുകളും അവിടെ സുതാര്യാണ്. ഭാര്യയുടെ എല്ലാ വീക്ക്നെസ്സും നമുക്കറിയാം. അതുകൊണ്ട് നമ്മുടെ ആകത്തുക ഭാര്യയുടെ അടുത്തിരിക്കുന്നുണ്ട്. നമ്മളെല്ലാം മനസ്സിലാക്കിയവരാ അവര്. അത് എല്ലാം റസൂലുള്ളാഹിനെ മനസ്സിലാക്കിയ ആയിഷ ബീവിക്ക് എന്നും റസൂലുള്ളാഹിന്റെ ബ്രഷ് എടുത്ത് ബർക്കത്തിന് വേണ്ടി തേക്കണം. അതാ മുഹമ്മദ് മുസ്തഫ.
ഒരു സാധാരണ വ്യക്തിയായിരുന്നു മുഹമ്മദ് നബി എങ്കിൽ ഭർത്താവിന്റെ വൃക്ഷത്ത് വായിൽ ബർക്കത്തിന് വേണ്ടി എന്നും 17 വയസ്സുള്ള ആയിഷ ബീവി തേക്കോ? ആയിഷ ബീവി നിങ്ങൾ വിചാരിച്ച പോലെ 4 കായിന്റെ പെണ്ണൊന്നല്ല. ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതയാണ് ആയിഷ എന്ന് ഖാല റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് 2500 ഹദീസ് അതിന്റെ സനദടക്കം റിപ്പോർട്ട് ചെയ്ത ലോകത്തിലെ പണ്ഡിത എന്ന പേര് നേടിയ പെണ്ണ് ആയിഷ ബീവിയാ. അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി ശരിക്കും മനസ്സിലാക്കിയവളാ കേട്ടോ. ആയിഷ ബീവി അങ്ങനത്തെ പൊട്ടാപ്പറിച്ച് പറയുന്ന ആളൊന്നല്ല. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂലും ആയിഷ ബീവിയും തമ്മിൽ വീട്ടിൽ ഉറങ്ങുന്ന സമയം റസൂലുള്ള പാതിരാത്രിയായപ്പോ റസൂലുള്ളാനെ കാണാനില്ല വിരിപ്പില്. അപ്പൊ റസൂലുള്ളാക്ക് വേറെയും ഭാര്യമാരൊക്കെ ഉണ്ടല്ലോ. 11 ഭാര്യമാരുണ്ടായിരുന്നു എന്ന് പഠിച്ചിട്ടില്ലേ നമ്മള്? ഇടമറുക്ക് എണ്ണി വെക്കുമ്പോ 12 കണ്ടു. മുഹമ്മദ് നബിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഇൻസൾട്ട് ചെയ്യാൻ നടക്കല്ലേ. ചില കുട്ടി മൈക്രോസ്കോപ്പ് വെച്ചിരിക്കല്ലേ, എന്തെങ്കിലും ഒരു വീണ് കിട്ടിയാൽ മതി എടുത്ത് അടിക്കാൻ ചിട്ട്. ഇടമറുക്ക് ഈ ഭാര്യമാരുടെ തിരിച്ചും മറിച്ചും വായിച്ചു. ഖുർആൻ ഒരു വിമർശന പഠനം എന്ന പുസ്തകത്തിന്റെ 53-ാമത്തെ പേജിൽ ഇപ്പോഴും ഉണ്ട് ആ സഫാഹത്ത്. അയാൾ എഴുതി മുഹമ്മദ് നബിക്ക് 12 ഭാര്യയുണ്ട്. 1 ഖദീജ, 2 ആയിഷ, ഹഫ്സ, സൗദ, സഫിയ, മൈമുന, റംല. ഇങ്ങനെ പറഞ്ഞു 11 മാരിയ, ഫുൾ സ്റ്റോപ്പ്. 12 തുൽഖബിത്തിയ. ഇങ്ങനെ സാധനങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്നേ വരെ തുൽഖബിത്തിയ എന്ന് പറഞ്ഞൊരു പേര് കേട്ടിട്ടില്ല. സംഗതി എന്താ സംഭവം അറിയോ? മാരിയത്തുൽ ഖിബ്തിയ്യ എന്ന ഒരു സ്ത്രീ റസൂലുള്ളാഹിന്റെ ഭാര്യയായിട്ടുണ്ട്. മഹത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ടവരവര്. മാരിയത്തുൽ ഖിബ്തിയ്യ. ഇടമർഗ് ഇത് വായിച്ചു നോക്കുമ്പോ തോന്നി ഇത്ര വലിയ പേരൊക്കെ ഒരാൾക്ക് ഉണ്ടാവുമോ? അപ്പൊ ഇതെന്തോ ഒരു അട്ടിമറിയ 2 എണ്ണാക്കി. മൂപ്പര് 11 മാരിയ, 12 തുൽഖിബ്തിയ്യ. കണ്ടോകള്, മുഹമ്മദ് നബിനെ വിമർശിച്ച ആധികാരിക വിമർശകന്മാരായി ഇവര്. മുഹമ്മദ് നബി 11 പെണ്ണ് കെട്ടി എന്ന് പറഞ്ഞ് ലോകം മുഴുവൻ പെരുമ്പറ അടിച്ചവരായി ഇവര്. അവരോട് നമുക്ക് നീതിയുടെ പക്ഷത്തിൽ നിന്നുകൊണ്ട് ചോദിക്കാം, മുഹമ്മദ് നബിയുടെ കല്യാണത്തിന്റെ ഓരോരുത്തന്റെ ചരിത്രം അറിയണം. അള്ളാഹുവിന്റെ റസൂൽ ആകെ കെട്ടിയ ഒരു കന്യക ആയിഷയാണ്. 25-ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹിന്റെ സൗന്ദര്യം കണ്ടിട്ട് മക്കത്തെ പെൺകുട്ടികൾ വന്നിട്ട്, നമ്മുടെ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഐ ലവ് യു മുഹമ്മദ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എന്നെ കല്യാണം കഴിക്കുമെന്ന് ഇങ്ങനെ ചോദിക്കുക. റസൂലെ, എനിക്ക് നിങ്ങളോട് പ്രേമാണ്. മക്കത്തൊന്നൊരു പെണ്ണ് പറഞ്ഞു, എനിക്ക് കെട്ടാൻ പറ്റുമോ? പറ്റില്ല മോളെ പറഞ്ഞു. മദീനയിലുള്ളപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നിങ്ങളെ പ്രേമാണ്, ഞങ്ങളുടെ കൂടെ നിന്ന് വന്ന് ഇരിക്കട്ടെ, ഞങ്ങളുടെ കൂടെ നിന്ന് വന്ന് നിസ്കരിക്കട്ടെ, ഞങ്ങളുടെ കൂടെ നിന്ന് പ്രാർത്ഥിക്കട്ടെ. നബി പറഞ്ഞു, വീട് മതി, നിന്റെ ഭർത്താവിന്റെ അടുത്ത് പോ, നീ വേണ്ടാത്ത ആഗ്രഹമൊന്നും പറയല്ലേ. അള്ളാഹുവിന്റെ റസൂലിന്റെ സൗന്ദര്യം കണ്ടിട്ട് ആയിഷ പോലും ഞെട്ടിപ്പോയി. ആയിഷ പറയാണ്, അള്ളാഹിന്റെ റസൂലിന്റെ ഹൽക്കിലൂടെ വെള്ളം കുടിക്കുമ്പോ സ്ഫടികപാത്രത്തിലൂടെ വെള്ളം ഇറങ്ങിപ്പോകുന്നത് പോലെ, റസൂലുള്ള കുടിക്കുന്ന വെള്ളം ഗ്ലാസിലൂടെ വെള്ളം ഇറങ്ങിപ്പോണ പോലെ ഹൽക്കിലൂടെ വെള്ളം പോകുന്നത് കാണാമായിരുന്നു. തറ സൗന്ദര്യ റസൂലുള്ളാഹി എന്ന് ആയിഷ ബീവി പറഞ്ഞത്. ചില്ലറക്കാരനല്ല. യൂസുഫ് നബിയുടെ 10 ഇരട്ടി സൗന്ദര്യം അള്ളാഹുവിന്റെ റസൂലിനെ നൽകിയിട്ടുണ്ട് എന്ന് റസൂലുള്ള തന്നെ പറഞ്ഞിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹിനെ ശരിക്കും മനസ്സിലാക്കിയ സ്ത്രീയാ. കാര്യം കുറച്ചു കാലേ കിട്ടിയില്ലെങ്കിൽ എല്ലാ കാലം കൊണ്ട് ശരിക്കും മനസ്സിലാക്കി. ആയിഷ ബീവിയും റസൂലും തമ്മിൽ ഒരു വീട്ടിൽ ഉറങ്ങുകയാണ് കേട്ടോ. 11 ഭാര്യമാരൊക്കെ നബി കെട്ടിയത് പെണ്ണ് കെട്ടാൻ മോഹണ്ടായിട്ടല്ലാട്ട മോനെ. ഖദീജ ബീവിനെ മാത്രമാണ് ശരിക്കും കെട്ടിയത്. അതും ഖദീജ ബീവി ഇങ്ങോട്ട് വന്ന് പറയാ, നിങ്ങൾ ഇന്നെ കെട്ടണോന്ന്. ഖദീജ ബീവിനെ കെട്ടാൻ വേണ്ടി നടന്നിരുന്ന ആൾക്കാരൊക്കെ അബൂജാഹിൽ, ഉത്ബത്ത്, ഷൈബത്ത്, ഇവർക്കൊക്കെ ആ ഒരു കണ്ണുണ്ടായിരുന്നു. ഖദീജനെ കിട്ടിയാൽ തരക്കടില്ല. കാരണം പെരുത്ത് പണമുണ്ട്, അത്ര തന്നെ മൊഞ്ചുണ്ട്, നല്ല സൗന്ദര്യമുണ്ട്, പണമുണ്ട്. അതുകൊണ്ട് ഖദീജാനെ എനിക്ക് കിട്ടണം. കോടീശ്വരന്മാർ ആഗ്രഹം വെച്ചപ്പോ ഷാമിലേക്ക് നബിയുടെ കൂടെ കച്ചവടത്തിന് കൊണ്ടുപോയി ഖദീജ ബീബി നബിനെ. അന്ന് അല്ലമീന നബിയായിട്ടില്ല. അപ്പോഴാണ് ഖദീജ ഞെട്ടിയത്. റസൂലുള്ള നടക്കുന്ന വഴിയിലൂടെ ആകാശമേഘങ്ങളോടി വന്നേ. അല്ലാഹുവിന്റെ റസൂലിന് മേഘങ്ങൾ വന്നുകൊണ്ട് തണലിട്ട് കൊടുക്കുകയാണ്. അള്ളാന്റെ റസൂല് നടക്കുമ്പോ റസൂലുള്ളാന്റെ കാല് ഭൂമിയിൽ തട്ടുന്നില്ല. റസൂലുള്ളാഹിക്ക് ആകാശത്തിലുള്ള മേഘങ്ങൾ വന്ന് തണലിട്ട് കൊടുക്കുകയാണ്. ഇത് ആയിഷാന്റെ ഖദീജാന്റെ കണ്ണുകൊണ്ട് കാണുകയാണ്. ഖദീജ വന്ന ഉടനെ തന്നെ പറഞ്ഞു, എനിക്ക് മുഹമ്മദ് ഭർത്താവ് മതി. മുഹമ്മദ് ആരാണെന്ന് ഖദീജ ബീവി ആദ്യം മനസ്സിലാക്കണത്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത്, ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും കൂട്ടത്തിൽ നിന്ന് ആദ്യമായി മുസ്ലിമായത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ്.
ഖദീജ ബീബി വളരെ നേരത്തെ മനസ്സിലാക്കി അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് നബിയാണെന്ന്. അതിനൊരുപാട് തെളിവുകൾ അവർ ശേഖരിച്ചു. അതുകൊണ്ടല്ലേ ഹിറാ ഗുഹയിൽ പോയിട്ട് തപസ്സിരിക്കുമ്പോ, ധ്യാനത്തിലിരിക്കുമ്പോ ഖദീജ ബീവി ഇവിടെ കച്ചവടം നടത്തി കായിണ്ടാക്കുക, വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കുക. കച്ചവടമൊക്കെ നടത്തി വീട്ടിലേക്കുള്ള സാധനം മേടിച്ചു വന്ന് രാത്രി വന്ന ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് റസൂലുള്ളാഹി തങ്ങൾക്കുള്ള ഭക്ഷണം ഒരു പാത്രത്തിൽ നിറച്ചിട്ട് മക്കത്തുനിന്ന് ഹിറാ ഗുഹയുടെ മുകളിലേക്ക് ഇപ്പൊ എത്ര കിലോമീറ്ററാന്ന് അറിയോ നിങ്ങള്? 8, 9, 10. ഹിറാ ഗുഹ രാവിലെ സുബഹിസ്കരിച്ച് കയറാൻ തുടങ്ങിയ അങ്ങ് ദുഹാടെ സമയം കഴിയും കൊല്ലത്താൻ. അവിടുന്ന് കീപ്പോട്ട് വരുമ്പോഴേക്കും മക്കത്തെ പള്ളിയിൽ ലോഹർ ജമാഅത്ത് കഴിഞ്ഞിരിക്കും. ആ പർവ്വതം ഇപ്പൊ ഒന്ന് കയറാൻ. അപ്പൊ 1400 കൊല്ലം മുമ്പേ അള്ളാന്റെ റസൂലിന് നേരം വെളുക്കുമ്പോ ഭക്ഷണമിട്ടാണ് പോയ ആ മലയുടെ മുകളിൽ പോയി റസൂലുള്ളാഹിക്ക് ഭക്ഷണം കൊടുക്കും. വൈകുന്നേരം വന്നാലും റസൂലുള്ളാഹിക്ക് 2 നേരവും ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്ന റസൂലുള്ളാഹിനെ ഹൃദയം കൊണ്ട് സ്നേഹിച്ച ബീവി ഖദീജത്തുൽ കുബ്ര. അതുകൊണ്ടാണ് റസൂലുള്ള പറയാണ്, ഖദീജ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പെണ്ണാണ്. ഖദീജ എന്ന് പറയുമ്പോ അള്ളാഹിന്റെ റസൂലിന്റെ 2 കണ്ണും അങ്ങ് നിറയായിരുന്നു. ഇത് കണ്ടപ്പോ ആയിഷ ബീവിക്ക് ദേഷ്യം പിടിച്ചു. പെണ്ണുങ്ങൾക്ക് ആരായാലും ദേഷ്യം വരും. ഒരു പെണ്ണിനെ പറ്റി നല്ലത് പറയുമ്പോ മറ്റേ പെണ്ണിന് ദേഷ്യം. അത് നാച്ചുറലാ. ആയിഷ ബീവിയൊക്കെ സാധാരണക്കാരത്തിയാണ്, ബിച്ചിയൊന്നും അല്ലല്ലോ. പക്ഷെ നമ്മളെ പോലെയല്ല, വലിയ കാറ്റഗറി ഉള്ളവരാ. അതുകൊണ്ട് ഖദീജ നല്ല പെണ്ണാന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ ആയിഷ ഒരു ചോദ്യം, നബി എന്തെങ്കിലും ഇങ്ങനെ പറയണം? നിന്നെക്കാട്ടിലും നല്ല പെണ്ണ ഖദീജ? അതെ ആയിഷ, നിന്നേക്കാൾ നല്ല പെണ്ണ. അപ്പൊ ആയിഷ ബീബി ചോദിക്കാം, പിന്നെ 40ാമത്തെ വയസ്സിൽ നിങ്ങൾ ഖദീജക്ക് 40 ഉള്ളപ്പോഴല്ലേ കെട്ടിയത്? നിങ്ങൾക്ക് 25. അന്ന് ഖദീജാനെ 2 ഭർത്താക്കന്മാര് കല്യാണം കഴിച്ച് ഡൈവേഴ്സ് ചെയ്തിട്ട് 1, 2 കുട്ടികൾ ഖദീജക്ക് ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. നിങ്ങൾ ഖദീജാനെ കെട്ടുമ്പോ ഖദീജയുടെ മുടി അവിടെ നരച്ചിരുന്നില്ലേ? നരച്ചിരുന്നു. നിങ്ങൾ ഖദീജ ബീവിനെ കെട്ടുമ്പോ ഖദീജ ബീവിയുടെ തൊലിയല്ല അവിടെ ചുളിഞ്ഞിരുന്നില്ലേ? ചുളിഞ്ഞിരുന്നു. എന്നിട്ട് ആ ഖദീജ നിങ്ങൾക്ക് പ്രിയം വെച്ചോള്. നിങ്ങൾ ഇന്നെ കെട്ടിയതെപ്പോഴാ? 7ാമത്തെ വയസ്സില്. ഞാൻ നിങ്ങളും ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നതെപ്പോഴാ? 9ാമത്തെ വയസ്സില്. റസൂലുള്ള വഫാത്താകുമ്പോ ആയിഷ ബീവിയുടെ പ്രായം എത്ര? 17 വയസ്സ്, +2 വിദ്യാർത്ഥിനിയുടെ പ്രായം. നിങ്ങളുടെ ഭാര്യമാരില് കന്യകാത്വം നഷ്ടപ്പെടാത്ത ഏക പെണ്ണ് ആരായിരുന്നു? നീ തന്നെ. ഇനി നബി പറയും, ആരോടാ നിങ്ങൾക്ക് സ്നേഹം? എനിക്ക് ഖദീജയുടെ തന്നെ. ഇത് കേട്ടപ്പോ ആയിഷ ബീവി കരഞ്ഞുപോയി. ആയിഷ ബീവി അങ്ങ് കരഞ്ഞു. കാരണം കരച്ചിൽ വരും. റസൂലിന്റെ സ്നേഹം കിട്ടാനാ അവരിപ്പോ ഈ ഭാര്യയായിട്ട് നടക്കുന്നത്. നാളെ സ്വർഗത്തിലെ കഥയാ അവർക്ക് വലുത്, ദുന്യാവല്ലല്ലോ. അപ്പൊ റസൂലുള്ളാഹിക്ക് എന്നോട് ഏറ്റവും സ്നേഹമുണ്ട് എന്ന് പറയണം. അതിനുവേണ്ടിയാ ആയിഷ ബീവി ഇതൊക്കെ ചോദിച്ചത്. ഇത് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ, ഖദീജ ആരാണെന്ന് നിനക്കറിയോ? ഖദീജയുടെ മഹത്വം നിങ്ങൾക്കറിയോ? മക്കയിലെ കോടീശ്വരത്തിയായിരുന്ന ഖദീജ, അവളുടെ സകല സമ്പത്തുകളും ആടുമാട് ഒട്ടകങ്ങളും ഈത്തപ്പനക്കാരക്കത്തോട്ടങ്ങളുമൊക്കെ അള്ളാഹുവിന്റെ റസൂലായ എനിക്ക് വേണ്ടി ധർമ്മം ചെയ്യുകയും ആ പണം മുഴുവൻ ഞാൻ ഇസ്ലാമിന് വേണ്ടി ദാനം ചെയ്യുകയും ചെയ്തു. അവസാനം മരിക്കാൻ കാലത്ത് ഖദീജ ബീവിക്ക് നേരെ മക്കയിലുള്ള ആളുകൾ, കാഫിരീങ്ങൾ ഉപരോധം ഏർപ്പെടുത്തി. മുഹമ്മദിന് വെള്ളം കൊടുക്കാൻ പാടില്ല, കുടുംബത്തിന് വെള്ളം കൊടുക്കാൻ പാടില്ല. അതേ റസൂലുള്ളാഹിനെ ഉപരോധം ഏർപ്പെടുത്തിയ സമയത്താണ് ഖദീജ ബീവി രോഗബാധിതയാകുന്നത്. ഒരു തുള്ളി വെള്ളം കിട്ടാതെ വിഷമിച്ചു കിടക്കുകയാണ് ലോകകോടീശ്വരത്തിയായിരുന്ന ഖദീജ, റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ഖദീജ. ഖദീജ റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഭർത്താവേ, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടണം, വെള്ളം തീർന്നു പോയി, കാഫിരീങ്ങൾ വെള്ളം കൊടുക്കുന്നില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനെ പറഞ്ഞയച്ച് മക്കയുടെ മലമുകളിൽ കയറിയിട്ട് ഉണക്കപ്പുല്ല് വലിച്ചു കൊണ്ടുവന്നത് കുത്തിപ്പീഞ്ഞ് ചാറെടുത്തിട്ട് ആ ചാറാണ് ഖദീജക്ക് കുടിക്കാൻ കൊടുത്തത്. ലോക കോടീശ്വരത്തിയായ ഖദീജ, ഇസ്ലാമിന് സർവ്വതും തന്ന ഖദീജ, എനിക്ക് സർവ്വ മക്കളെയും തന്ന ഖദീജ, ഫാത്തിമാനെ എനിക്ക് തന്ന ഖദീജ, സൈനബാനെ എനിക്ക് തന്ന ഖദീജ. ആ ഖദീജാനെ മറക്കാൻ പറ്റുമോ?
ഇതങ്ങ് കേട്ടപ്പോ ആയിഷ ബീവി രണ്ട് കണ്ണിലും ധാരധാരയായി വെള്ളം ഒലിപ്പിച്ചു പറഞ്ഞു, റസൂലേ, ഇത്ര വലിയ ത്യാഗം ഖദീജ ചെയ്തത് എനിക്കും അറിയുമായിരുന്നില്ല. ആ ഖദീജയുടെ ചോടെ തന്നെയാണ് എന്റെ സ്ഥാനം. ഞാനും ഖദീജാനെ പ്രിയം വെക്കുന്നു. ബീവി ആയിഷത്തു സിദ്ദീഖ, ആ ഖദീജ ബീവിയെ ഒന്ന് സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാൻ പാവപ്പെട്ട നമുക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ.